हरि ओम नारायण हरि ओम नारायण नारायण हरि ओम ओम शुक्लांबरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये गुरवे सर्वलोकानां विषजे भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः। जन्माद्यस्य यतोऽन्वयादितरतश्च अर्थेष्वभिज्ञस्वराट् तेने ब्रह्महृदाय आदिकवये मुह्यन्ति यत्सूरयः तेजो वारिमृदां यदा विनिमयो यत्र त्रिसर्गो मृषा धाम्ना स्वेन सदा निरस्तकुहकं सत्यं परं धीमहि धर्मप्रोज्झितकैतवोऽत्र परमो निर्मल्सराणां सतां वेद्यं वास्तवमत्र वस्तु शिवदं तापत्रयोन्मूलनं श्रीमद्भागवते महामुनिकृते किं वा परैरीश्वरः सद्यो हृद्यवरुध्यतेऽत्र कृतिभिः शुश्रूषुभिस्तल्क्षणाद् निगमकल्पतरोर्गलितं बलं सुगमुखादमृतद्रवसंयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। यं प्रव्रजन्तमनुपेदमपेदकृत्यं द्वैपायनो विरहकातर आजुहाव पुत्रेदि तन्मयतया तरवोऽभिनेदुः तं सर्वभूतहृदयं मुनिमानतोऽस्मि। यस्वानुभावमखिलश्रुतिसारमेकम् अध्यात्मदीपमदितितीर्षदां तमोन्दं संसारिणां करुणयाः पुराणगुह्यं तं व्याससूनुमुपयामि गुरुं मुनीनां। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम्। यं ब्रह्मा वरुणेन्द्ररुद्रमरुदः स्तुन्वन्ति दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैः गायन्ति यं सामगाः ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यान्तं न विदुः सुरासुरगणाः। देवाय तस्मै नमः यस्यान्तं न विदुः सुरासुरगणाः। देवाय तस्मै नमः। कोमलं कूजयन् वेणुं श्यामलोऽयं कुमारकः वेदवेद्यं परं ब्रह्म भासतां पुरतो मम। भूतैर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमुषु पूरुषः भुङ्क्ते गुणान् षोडश षोडशात्मकः सोऽलङ्कृशिष्ट भगवान् वजांसि मे। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रय विनाशाय श्रीकृष्णाय वयं नुमः।
നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. നാരായണ. ഹരി ഓം ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സുപ്രഭാതം, സുസ്വാഗതം, എല്ലാവർക്കും ശുഭദിനാശംസകൾ. ശ്രീ മഹാഭാഗവത ജ്ഞാനഗംഗ അതിൻ്റെ 14-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഭാഗവത മാഹാത്മ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹാത്മ്യത്തിലെ 4-ാം അധ്യായം ഇന്നലെ 20 ശ്ലോകങ്ങൾ കണ്ടു. തുടർന്ന് കാണേണ്ടതുണ്ട്. 4-ാം അധ്യായമാണ്. ഭാഗവത മാഹാത്മ്യം വർണ്ണിച്ചപ്പോൾ നാരദൻ്റെ ചോദ്യം, ഈ ഭാഗവത ശ്രവണം കൊണ്ട് ആരൊക്കെ ശുദ്ധീകരിക്കപ്പെടുന്നു എന്നുള്ളൊരു ചോദ്യത്തിന് സനകാദികൾ വലിയൊരു ലിസ്റ്റ് തന്നെ പറഞ്ഞു. എത്ര മഹാപാപങ്ങൾ ചെയ്തവരും ശുദ്ധീകരിക്കപ്പെടുന്നു എന്ന്. എന്നിട്ട് അതിന് ദൃഷ്ടാന്തമായിട്ട് ഒരു കഥ പറയാണ്. ഒരു മഹാദുഷ്ടൻ്റെ, എല്ലാ പാപങ്ങളും ചെയ്ത ഒരു ദുഷ്ടനായ ദുന്ദുകാരി എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തിൻ്റെ ഒരു കഥ പറയുകയാണ് ഭാഗവത മാഹാത്മ്യം ഉറപ്പിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആ 20 ശ്ലോകങ്ങൾ ഇന്നലെ എടുത്തതും വായിക്കാം. തുടർന്നൊരു 10 ശ്ലോകങ്ങളും വായിച്ചിട്ട് നമുക്ക് വ്യാഖ്യാനം കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ മഹാഭാഗവത മാഹാത്മ്യേ ചതുർത്ഥോധ്യായഃ. സൂത ഉവാച. അദ വൈഷ്ണവചിത്തേഷു ദൃഷ്ട്വാ ഭക്തിമലൗകികീം നിജലോകം പരിത്യജ്യ ഭഗവാൻ ഭക്തവത്സലഃ വനമാലീകനശ്യാമഃ പീതവാസാ മനോഹരഃ കാഞ്ചീകലാപരുചിര ഉല്ലസൻ മുകുടകുണ്ടലഃ ത്രിഭംഗലളിതശ്ചാരുകൗസ്തുഭേന വിരാജിതഃ കോടിമന്മദലാവണ്യോ ഹരിചന്ദനചർച്ചിതഃ പരമാനന്ദചിന്മൂർത്തിഃ മധുരോ മുരളീധരഃ ആവിവേശ സ്വഭക്താനാം ഹൃദയാന്യമലാനി ച വൈകുണ്ഠവാസിനോ യേ ച വൈഷ്ണവാ ഉദ്ധവാദയഃ തൽകഥാശ്രവണാർത്ഥം തേ ഗൂഢരൂപേണ സംസ്ഥിതാഃ തദാ ജയ ജയാരാവോ രസപുഷ്ടിരലൗകികീ ചൂർണപ്രസൂനവൃഷ്ടിശ്ച മുഹുഃശങ്കരവോപ്യബോധ തൽസഭാ സംസ്ഥിതാനാം ച ദേഹഗേഹാത്മവിസ്മൃതിഃ ദൃഷ്ട്വാ ച തന്മയാവസ്ഥാം നാരദോ വാക്യമബ്രവീത്. അലൗകികോയം മഹിമാ മുനീശ്വരാഃ സപ്താഹജന്യോദ്യ വിലോകിതോ മയാ മൂഢാ ഷഡാ യേ പശുപക്ഷിണോത്ര സർവേഭി നിഷ്പാപതമാ ഭവന്തി. അതോ നൃലോകേ നനു നാസ്തി കിഞ്ചിത് ചിത്തസ്യ ശോധായ കലൗ പവിത്രം അഗൗഗവിധ്വംസകരം തഥൈവ കഥാ സമാനം ഭുവി നാസ്തി ചാന്യത്. കേ കേ വിശുദ്ധ്യന്തി വദന്തു മഹ്യം സപ്താഹയജ്ഞേന കഥാമയേന കൃപാലുഭിർലോകഹിതം വിചാര്യ പ്രകാശിത കോപി നവീനമാർഗഃ. കുമാരാ ഊജുഃ യേ മാനവാ പാപകൃതസ്തു സർവദാ സദാ ദുരാചാരരതാ വിമാർഗകാഃ ക്രോധാഗ്നിദഗ്ധാ കുടിലാശ്ച കാമിനഃ സപ്താഹയജ്ഞേന കലൗ പുനന്തി തേ. സത്യേന ഹീനാ പിതൃമാതൃദൂഷകാഃ തൃഷ്ണാകുലാശ്ചാശ്രമധർമ്മവർജിതാഃ യേ ദാംബികാ മത്സരിണോऽപി ഹിംസകാഃ സപ്താഹയജ്ഞേന കലൗ പുനന്തി തേ. പഞ്ചോഗ്രപാപാശ്ചലചദ്മകാരിണഃ ക്രൂരാ പിശാചാ ഇവ നിർദയാശ്ച യേ ബ്രഹ്മസ്വപുഷ്ടാ വ്യഭിചാരകാരിണഃ
സപ്താഹയജ്ഞേന കലൗ പുനന്ദിതേ കായേന വാചാ മനസാഭിപാതകം നിത്യം പ്രകുർവന്തി ഷഡാഹടേന യേ പരസ്വപുഷ്ടാ മലിനാ ദുരാശയാഃ സപ്താഹയജ്ഞേന കലൗ പുനന്ദിതേ. അത്ര തേ കീർത്തയിഷ്യാമഃ ഇതിഹാസം പുരാതനം യസ്യ ശ്രവണമാത്രേണ പാപഹാനിഃ പ്രജായത്തെ. തുംഗഭദ്രാതടേ പൂർവം അഭൂതപത്തനമുത്തമം യത്ര വർണ്ണാ സ്വധർമ്മേണ സത്യസത്കർമ്മതൽപരാഃ. ആത്മദേവഃ പുരേ തസ്മിൻ സർവവേദവിശാരദഃ സ്രൗതസ്മാർത്തേഷു നിഷ്ണാതോ ദ്വിതീയൈവ ഭാസ്കരഃ. ഭിക്ഷുകോ വിത്തവാൻ ലോകേ തൽപ്രിയാ ദുന്ദുലീ സ്മൃതഃ സ്വവാക്യസ്ഥാപികാ നിത്യം സുന്ദരീ സുകുലോത്ഭവാ. ലോകവാർത്താരതാ ക്രൂരാ പ്രായശോ ബഹുജൽപികാ ശൂരാ ച ഗൃഹകൃത്യേഷു കൃപണാ കലഹപ്രിയാ. ഏവം നിവസതോ പ്രേംണ ദമ്പത്യോരനപത്യയോഃ അർത്ഥാ കാമാസ്തയോരാസൻ നസുഖായ ഗൃഹാധികം. ഇതുവരെയാണ് ഇന്നലെ പറഞ്ഞത്. കുറച്ചുകൂടി തുറന്നു വായിക്കാം. പശ്ചാദ്ധർമാ സമാരബ്ധാഃ താഭ്യാം സന്താനഹേതവേ ഗോഭൂഹിരണ്യവാസാംസി ദീനേഭ്യോ യച്ഛതഃ സദാ. ധനാർദ്ധം ധർമ്മമാർഗേണ താഭ്യാം നീതം തദാപി ച ന പുത്രോ നാപി വാ പുത്രീ തതശ്ചിന്താതുരൗ ഭൃശം. ഏകദാ സദ്വിജോ ദുഃഖാത് ഗൃഹം ത്യക്ത്വാ വനം ഗതഃ മധ്യാഹ്നേ തൃഷിതോ ജാതഃ തടാകം സമുപേയിവാൻ. പീത്വാ ജലം വിഷണ്ണസ്തു പ്രജാ ദുഃഖേന കർഷിതഃ മുഹൂർത്താദപി തത്രൈവ സന്യാസീ കശ്ചിദാഗതഃ. ദൃഷ്ട്വാ പീതജലം തം തു വിപ്രോ യാതസ്തദന്തികം നത്വാ ച പാദയോസ്തസ്യ നിശ്വസൻ സംസ്ഥിതഃ പുരഃ. യതിരുവാച കഥം രോദിഷി വിപ്രത്വം കാ തേ ചിന്താ ബലീയസി വദത്വം സത്വരം മഹ്യം സ്വസ്യ ദുഃഖസ്യ കാരണം. ബ്രാഹ്മണ ഉവാച കിം ബ്രവീമി ഋഷേ ദുഃഖം പൂർവപാപേന സഞ്ചിതം മദീയാഃ പൂർവജാസ്തോയം കവോഷ്ണം ഉപഭുഞ്ജത്തെ. മദ്ദത്തം നൈവ ഗൃഹ്ണന്തി പ്രീത്യാ ദേവാ ദ്വിജാദയഃ പ്രജാ ദുഃഖേന ശൂന്യോഹം പ്രാണാൻ ത്യക്തും ഇഹാഗതഃ. ദിഗ്ജീവിതം പ്രജാഹീനം ദിഗ്ഗൃഹം ച പ്രജാം വിനാ ദിഗ്ധനം ചാനഭത്യസ്യ ദിക്കുലം സന്തതിം വിനാ. പാല്യത്തെ യാ മയാ ധേനുഃ സാ വന്ദ്യാ സർവദാ ഭവേത് യോ മയാ ആരോപിതോ വൃക്ഷഃ സോപി വന്ദ്യത്വമാശ്രയേത്. യദ്ബലം മദ്ഗൃഹായാതം ശീഘ്രം തच्च വിശുഷ്യതി നിർഭാഗ്യസ്യാനപത്യസ്യ കിമിതോ ജീവിതേന മേ. ഇത്യുക്ത്വാ സരുരോദോച്ചൈഃ തൽപാർശ്വേ ദുഃഖപീഡിതഃ തദാ തസ്യ യഥേശ്ചിത്തേ കരുണാഭൂദ്ഗരീയസി. തദ്ബാലാക്ഷരമാലാം ച വാചയാമാസ യോഗവാൻ സർവം ജ്ഞാത്വാ യതിഃ പശ്ചാത് വിപ്രമൂജേ സവിസ്തരം. യതിരുവാച മുഞ്ചാജ്ഞാനം പ്രജാരൂപം ബലിഷ്ഠാ കർമ്മണോ ഗതിഃ വിവേകം തു സമാസാദ്യ ത്യജ സംസാരവാസനാം. ശൃണു വിപ്ര മയാ തേദ്യ പ്രാരബ്ധം തു വിലോകിതം സപ്തജന്മാവധി തവ പുത്രോ നൈവ ച നൈവ ച. സന്തതേ സകരോ ദുഃഖം അവാപ അംഗഃ പുരാ യദാ രേ മുഞ്ചാദ്യ കുടുംബാശാം സന്യാസേ സർവദാ സുഖം. അതുവരെ കണ്ടിട്ട് പിന്നെ നോക്കാം. ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. നാരായണ. നാരായണ. ഇന്നലെ നമ്മൾ കണ്ട ഭാഗം എല്ലാവരും
വന്നു ചേർന്നതും ഭക്തിദേവി എല്ലാവരുടെ ഹൃദയത്തിൽ പ്രവേശിച്ചതും അത് കഴിഞ്ഞ് ഭഗവാൻ പോലും വൈകുണ്ഠം വെടിഞ്ഞ് അവിടെയുള്ള ഭക്തജനങ്ങളുടെ ഹൃദയങ്ങളിൽ വന്നിരുന്നു, അല്ലെങ്കിൽ അവിടെ പ്രവേശിച്ചു എന്ന് പറഞ്ഞു. വൈകുണ്ഠവാസികളായിട്ടുള്ള പാർഷദന്മാരും അതുപോലെ ഉദ്ധവാദികൾ എല്ലാം തന്നെ ഗൂഢവേഷത്തിൽ വന്ന് അവർ സൂക്ഷ്മരൂപികളായി അല്ലെങ്കിൽ പ്രച്ഛന്ന വേഷധാരികളായി അവിടെ എല്ലാം വന്നു നിന്നു. അങ്ങനെ അവിടുത്തെ ആ ഒരു പ്രത്യേകമായിട്ടൊരു അന്തരീക്ഷം, ഒരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജി, വൈബ്രേഷൻ എന്നൊക്കെ പറയുന്ന ആ ഒരു മൂഡ് എല്ലാവർക്കും ഉണ്ടായി. അങ്ങനെയുള്ളതായിട്ടുള്ള ആ സമയത്ത് നാരദൻ സനകാദികളോട് ചോദിച്ചു, ഞാനിപ്പോൾ കണ്ടു ഈ ഭാഗവതത്തിൻ്റെ മഹിമ, ഭാഗവത സപ്താഹത്തിൻ്റെ മഹിമ എന്താണെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും എത്ര മൂഢന്മാരായിട്ടുള്ള ആളുകളും ഇത് കേട്ടുകഴിഞ്ഞാൽ നിഷ്പാപതമന്മാരായി ഭവിക്കുന്നു. ഈ ഭാഗവതത്തോളം അതുപോലെ സപ്താഹത്തോളം മഹാത്മ്യമേറിയതായിട്ട് മനുഷ്യരെ ശുദ്ധീകരിക്കാൻ ഈ ഭൂലോകത്തിൽ അല്ലെങ്കിൽ 3 ലോകത്തിലും മറ്റൊരു വസ്തു ഇല്ല എന്ന് ഞാൻ കരുതുന്നു. എങ്കിലും എൻ്റെ പൂർണ്ണ സംശയ നിവൃത്തിക്കായിക്കൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഈ സപ്താഹം കൊണ്ട് ആരൊക്കെ ശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് വിസ്തരിച്ച് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു 4 ശ്ലോകം കൊണ്ട് സനകാദികൾ ആരൊക്കെയാണെന്ന് എണ്ണി പറഞ്ഞത്. എത്ര മഹാപാപങ്ങൾ ചെയ്തവരും ഉഗ്രപാപങ്ങൾ ചെയ്തവരും അതുപോലെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്തവരും എല്ലാവരും തന്നെ ശുദ്ധരായിത്തീരുന്നു. സപ്താഹയജ്ഞേന കലൗ പുനന്ദിതേ എന്ന് ആവർത്തിച്ച് എണ്ണി പറഞ്ഞു. അതിന് ദൃഷ്ടാന്തമായിട്ട് ഒരു ഇതിഹാസ കഥയെയും സനകാദികൾ അവതരിപ്പിക്കുന്നതാണ് പിന്നെ നമ്മൾ കണ്ടത് 15-ാം ശ്ലോകം മുതൽക്ക്. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ബോധ്യം വരാനായിക്കൊണ്ട് ഞാനൊരു ഇതിഹാസം പറയാം, പുരാതനമായിട്ടൊരു ഇതിഹാസം. ആ ഒരു ഇതിഹാസം കേൾക്കുന്ന മാത്രയിൽ തന്നെ പാപഹാനി ഉണ്ടാകും, ഉറപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട്, തുംഗഭദ്രാ നദിയുടെ തീരത്ത് ഒരു പട്ടണമുണ്ടായിരുന്നു. അവിടെ എല്ലാ വർണ്ണങ്ങളും അവരവരുടെ ധർമ്മങ്ങൾ അനുഷ്ഠിച്ച് കഴിഞ്ഞുകൂടിയ ഒരു കാലം. അവിടെ ആത്മദേവൻ എന്ന് പറഞ്ഞ് സർവ്വവേദവിശാരദനായിട്ടൊരു ബ്രാഹ്മണനുണ്ടായിരുന്നു. ശ്രൗതകർമ്മങ്ങളിലും സ്മാർത്ഥകർമ്മങ്ങളിലുമെല്ലാം വേണ്ട പ്രാഗൽഭ്യവും പ്രാവീണ്യവുമുള്ള ആളായിരുന്നു. ഒരു 2ാം സൂര്യനെ പോലെ അദ്ദേഹം ഭൂമിയിൽ തേജസ്വിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ദുന്ദുലി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത്തിരി ദുസ്വാമർത്ഥ്യമുള്ളവളാണ്. സ്വവാക്യസ്ഥാപികയും ലോകവാർത്താരഥയും ക്രൂരയും ബഹുജൽപികയും ശൂരയും കലഹപ്രിയയും കൃപണയും ഒക്കെയാണ് അവളുടെ സ്വഭാവം കൊണ്ട്. പിശുക്കിയും കലഹപ്രിയയും വീട്ടുകാര്യങ്ങളിലൊക്കെ മിടുക്കിയും അധികം സംസാരിക്കുന്നവളും ലോകവർത്തമാനങ്ങളിലൊക്കെ മുഴുകിയിരിക്കുന്നവളും ഒക്കെയാണ്. സുന്ദരിയാണ്, നല്ല കുലത്തിലൊക്കെ ഭവിച്ചവളാണ്. എങ്കിലും ഇത്തിരി ദോഷങ്ങൾ അവൾക്ക് ഉണ്ട്. അങ്ങനെ ഈ ദമ്പതികൾ പ്രേമപൂർവം കഴിഞ്ഞു വരുമ്പോൾ അവർക്ക് എല്ലാ വിഷയങ്ങളും അനുഭവിക്കാൻ കിട്ടിയിരുന്നു. എങ്കിലും അവർ സന്തോഷിച്ചിരുന്നില്ല, അവർക്ക് സുഖമുണ്ടായിരുന്നില്ല ഗൃഹത്തിൽ. എന്താ കാരണം? അനപത്യയോഹോ, ദമ്പതികൾ അനപത്യരായിരുന്നു. അപത്യം ഉണ്ടായിരുന്നില്ല, സന്തതി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതായിരുന്നു അവരുടെ ദുഃഖത്തിൻ്റെ കാരണം. അപ്പോൾ ഇനി ഇതുവരെയാണ് ഇന്നലെ പറഞ്ഞത്. കഥ തുടരുകയാണ്. പിന്നീട് ആ ആത്മദേവൻ എന്തു ചെയ്തു, അദ്ദേഹത്തിന് സന്തതി ഉണ്ടാവാനായിക്കൊണ്ട് അദ്ദേഹം എന്താണ് ചെയ്തത്, എങ്ങനെയാണ് അദ്ദേഹത്തിന് സന്തതി ഉണ്ടാകുന്നത്, അതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കഥ ഇതാ വരാൻ പോണു, കേൾക്കാം. പശ്ചാത് ധർമാഃ സമാരബ്ധാഃ താഭ്യാം സന്താനഹേതവേ ഗോഭൂഹിരണ്യവാസാംസി ദീനേഭ്യോ യച്ഛതഃ സദാ. പശ്ചാത് ധർമാ സമാരബ്ധാഃ താഭ്യാം സന്താനഹേതവേ ഗോഭൂഹിരണ്യവാസാംസി
ദീനേഭ്യോ യച്ഛത സദാ. പിന്നീട് സന്തതികളില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ദുഃഖം സഹിക്കവയ്യാതെ ഈ ആത്മദേവൻ എന്ത് ചെയ്തു? പശ്ചാത് പിന്നീട് ധർമാഹ സമാരബ്ധാഹ, വിവിധങ്ങളായ ധർമ്മങ്ങൾ ആരംഭിച്ചു. എന്തിനായിക്കൊണ്ട്? സന്താനഹേതവേ, സന്താനമുണ്ടാകുവാനായിക്കൊണ്ട് പല ധർമ്മങ്ങളും അവർ ആചരിച്ചു. എന്താണ് അതിൽ മുഖ്യമായിട്ടുള്ള ധർമ്മം? ദാനധർമ്മം തന്നെ. എന്തൊക്കെയാ കൊടുത്തത്? ഗോ ഭൂ ഹിരണ്യ വാസാംസി ദീനേഭ്യോ യച്ഛതഃ സദാ. ഗോ പശുക്കള്, ഭൂ ഭൂമി, ഹിരണ്യം സ്വർണം, വാസാംസി വസ്ത്രങ്ങൾ. അപ്പോൾ പശുക്കള്, ഭൂമി, സ്വർണം, വസ്ത്രങ്ങൾ മുതലായ വിശിഷ്ട വസ്തുക്കളെല്ലാം സദാ എല്ലായ്പ്പോഴും ദീനേഭ്യഃ യച്ഛതഃ, ദീനന്മാർക്കായിക്കൊണ്ട്, ദരിദ്രന്മാർക്കായിക്കൊണ്ട്, പാവപ്പെട്ടവർക്കായിക്കൊണ്ടൊക്കെ യച്ഛതഃ, യച്ഛതഃ പ്രയച്ഛതഃ, ദാനം ചെയ്യുന്നവരായിരുന്നു. രണ്ടുപേരെ സൂചിപ്പിക്കാനാണ് യച്ഛതഃ, രണ്ടുപേരും കൂടി കൊടുത്തു. യച്ഛതി ഏകവചനം, കൊടുത്തു, ദാനം ചെയ്തു. യച്ഛതഃ ദ്വിവചനം, യച്ഛന്തി ബഹുവചനം. ഇവിടെ യച്ഛതി യച്ഛതഃ എന്ന് ദ്വിവചനം പറഞ്ഞു. രണ്ടുപേരും കൂടി ദാനം ചെയ്യുന്നവരായി ഭവിച്ചു. അപ്പോൾ ദീനന്മാർക്ക് വേണ്ടതെല്ലാം കൊടുത്തു. പശ്ചാദ്ധർമാ സമാരബ്ധാഃ താഭ്യാം സന്താനഹേതവേ ഗോഭൂഹിരണ്യവാസാംസി ദീനേഭ്യോ യച്ഛതഃ സദാ. ധനാർദ്ധം ധർമ്മമാർഗേണ താഭ്യാം നീതം തഥാപി ച ന പുത്രോ നാപി വാ പുത്രീ തതശ്ചിന്താതുരൗ ഭൃശം. ധനാർദ്ധം ധർമ്മമാർഗേണ താഭ്യാം നീതം, താഭ്യാം അവർ രണ്ടുപേരാലും, ബൈ ബോത്ത് ഓഫ് ദം എന്നർത്ഥം. ആ രണ്ടുപേരാലും താഭ്യാം ധർമ്മമാർഗേണ ധനാർദ്ധം നീതം, ധർമ്മമാർഗേണ ഇങ്ങനെ ദാനധർമ്മങ്ങൾക്കായിക്കൊണ്ട് അവരുടെ പകുതി ധനം, ധനാർദ്ധം അവരെന്തൊക്കെ സമ്പാദിച്ചിട്ടുണ്ടോ അതിൽ പകുതിയും ദാനത്തിനായിക്കൊണ്ട് നയിക്കപ്പെട്ടു, ദാനം കൊടുക്കപ്പെട്ടു. നല്ലോണം ദാനം ചെയ്തു മക്കളുണ്ടാവാൻ വേണ്ടി. അത് ആത്മദേവന്റെ നിർബന്ധമായിരുന്നു, അതുകൊണ്ട് കൊടുത്തു. തഥാപിച്ച അങ്ങനെയൊക്കെ ആയിട്ടും എന്നിട്ടും ന പുത്രോ നാഭിവാ പുത്രി, പുത്രനും ഉണ്ടായില്ല, ഒരു പുത്രി പോലും ഉണ്ടായില്ല. പുത്രനും ഉണ്ടായില്ല, പുത്രിയും ഉണ്ടായില്ല. ആരെങ്കിലും ഒരു സന്തതിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആശ്വാസമായേനെ. ഇത് രണ്ടും ഉണ്ടായില്ല. തതഃ ചിന്താതുരൗ വൃഷം. അങ്ങനെ ആയപ്പോൾ രണ്ടു കൂട്ടരും ചിന്താതുരൗ, ചിന്താതുരൗ ദ്വൗ അപി, ഭാര്യയും ഭർത്താവും ചിന്താതുരൗ അവലാതിയുള്ളവരായി, ചിന്തിക്കുന്നവരായി, വല്ലാത്ത വിഷമമായി അവർക്ക്. ഭൃശം, ഭൃശം അത്യന്തം നന്നായിട്ട് അവർ ദുഃഖിച്ചു, വിഷമിച്ചു. എന്താ ഇനിയിപ്പോൾ ചെയ്യുക എന്ന് അവർ ചിന്തിച്ചു. ധനാർദ്ധം ധർമ്മമാർഗേണ താഭ്യാം നീതം തഥാപി ച ന പുത്രോ നാപി വാ പുത്രീ തതശ്ചിന്താതുരൗ ഭൃശം. ഏകദാ സദ്വിജോ ദുഃഖാത് ഗൃഹം ത്യക്ത്വാ വനം ഗതഃ മധ്യാഹ്നേ തൃഷിതോ ജാതഃ തടാകം സമുപേയിവാൻ. ഏകദാ ഒരിക്കൽ സദ്വിജോ ആ ബ്രാഹ്മണൻ ദുഃഖാത് ഗൃഹം ത്യക്ത്വാ വനം ഗതഃ വീട്ടിലിരുന്നിട്ട് ഇരിക്കപ്പുറതിയില്ല അദ്ദേഹത്തിന്. ദുഃഖാത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ താപം, സന്തതിയില്ലാത്ത ദുഃഖം, അത് കാരണമായിട്ട് ഗൃഹം തെക്വാ വീട് വിട്ട് വനം ഗതഃ വനത്തിലേക്ക് പോയി. അങ്ങനെ അദ്ദേഹം വനത്തിലേക്ക് പോയിട്ട് മധ്യാഹ്നേ തൃഷിതോ ജാതഃ, ഉച്ചനേരം ആയപ്പോഴേക്കും തൃഷിതഃ ജാതഃ, തൃഷിതൻ എന്നാൽ വെള്ളം ദാഹമുള്ളവനായി, തൃഷ്ണ ഉള്ളവനായി ഭവിച്ചു. നല്ല ദാഹം. അപ്പം എന്ത് ചെയ്തു? തടാകം സമുപേയിവാൻ. അവിടെ ഒരു തടാകം എന്നുവെച്ചാൽ ഒരു ജലാശയം, ഒരു സരസ്, അതിനെ പ്രാപിച്ചു. സമുപേയിവാൻ സമീപിച്ചു. ഏകദാ സദ്വിജോ ദുഃഖാത് ഗൃഹം ത്യക്ത്വാ വനം ഗതഃ മധ്യാഹ്നേ തൃഷിതോ ജാതഃ തടാകം സമുപേയിവാൻ. പീത്വാ ജലം വിഷണ്ണസ്തു
പ്രജാദുഃഖേന കർഷിതഃ മുഹൂർത്താദപി തത്രൈവ സന്യാസി കശ്ചിദാഗതഃ. പീത്വാ ജലം പീത്വാ, ആ തടാകത്തിൽ ഇറങ്ങിയിട്ട് വെള്ളം കുടിച്ചു. ഇങ്ങനെ വെള്ളം കുടിച്ചു. പീത്വാ ജലം വിഷണ്ണസ്തു പ്രജാദുഃഖേന കർഷിതഃ. എന്നാലും ജലം കുടിച്ചപ്പോൾ ദാഹം മാറിയിട്ടേ ഉള്ളൂ, ഉള്ളിലുള്ള താപം മാറിയില്ല. എന്ത് താപം കൊണ്ടാ വീട് വിട്ടു വന്നത് കാട്ടിലേക്ക്? പ്രജാദുഃഖേന കർഷിതഃ. സന്തതിയില്ലാത്ത ദുഃഖം കൊണ്ട് കർഷിതനായിരുന്നു, ക്ലിഷ്ടനായിരുന്നു, വല്ലാത്ത മനസ്താപമായിരുന്നു. അതുകൊണ്ട് വിഷണ്ണഃ, വിഷാദം, ഡിപ്രസ്ഡ് ആയിരുന്നു, ആള് നിരാശനായിരുന്നു, ദുഃഖിതനായിരുന്നു. വിഷണ്ണഃ പ്രജാദുഃഖേന കർഷിതഃ. മുഹൂർത്താദപി തത്രൈവ സന്യാസി കശ്ചിദാഗതഃ. മുഹൂർത്താത് വെള്ളം കുടിച്ചിട്ട് ഇത്തിരി നേരം അദ്ദേഹം അവിടെ തന്നെ ഇരുന്നു. ആ നദീതീരത്ത് ആലോചിച്ചുകൊണ്ടിരുന്നു, ഇനിയിപ്പോൾ എവിടേക്കാ പോകേണ്ടത്, എന്താ ചെയ്യേണ്ട, ഒരു എത്തും പിടിയില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ മുഹൂർത്താത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ, ഏതാനും നിമിഷം കഴിഞ്ഞപ്പോൾ, തത്രയേവ കശ്ചിത് സന്യാസി ആഗതഃ. തത്രയേവ അവിടെ തന്നെ ഈശ്വര നിശ്ചയപ്രകാരം ഒരു സന്യാസി, കശ്ചിത് സന്യാസി, ഏതോ ഒരു സന്യാസി മഹാത്മാവ്, ആഗതഃ അവിടെ വന്നു ചേർന്നു. പീത്വാ ജലം വിഷണ്ണസ്തു പ്രജാദുഃഖേന കർഷിതഃ മുഹൂർത്താദപി തത്രൈവ സന്യാസി കശ്ചിദാഗതഃ. ദൃഷ്ട്വാ പീതജലം തം തു വിപ്രോ യാതസ്തദന്തികം നത്വാ ച പാദയോസ്തസ്യ നിശ്വസൻ സംസ്ഥിതഃ പുരഃ. ദൃഷ്ട്വാ പീതജലം തം തു വിപ്രോ യാതഃ തദന്തികം. പീതജലം തം ദൃഷ്ട്വ, പീതജലം വെള്ളം കുടിച്ചവനായ അവനെ കണ്ടിട്ട്, അവിടെ അവനെ എന്ന് പറഞ്ഞത് സന്യാസിയെ, തം സന്യാസിനം ദൃഷ്ട്വ, ആ സന്യാസിയെ കണ്ടിട്ട്, വിപ്രഹ വിപ്രനാകട്ടെ, യാതഃ തദന്തികം, തദന്തികം യാതഃ അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് യാനം ചെയ്തു, ചെന്നു ചേർന്നു. പതുക്കെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയി. സന്യാസി വന്നതും വെള്ളം കുടിക്കാനാണ്. അദ്ദേഹവും വെള്ളം കുടിച്ചൊരു ഭാഗത്ത് ചെന്നിരുന്നു. അങ്ങനെ സന്യാസി ഒരു ഭാഗത്ത് ചെന്നിരുന്നപ്പോൾ ഈ ബ്രാഹ്മണൻ തന്റെ ദുഃഖം പറയാനായിക്കൊണ്ട് ഈ സന്യാസിയെ കണ്ടപ്പോൾ ഒരു മഹാത്മാവാണെന്ന് തോന്നി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു ആവലാതി പറയാനായിക്കൊണ്ട്. പീത്വാ ജലം ദൃഷ്ട്വാ പീതജലം തം തു വിപ്രോ യാതസ്തദന്തികം നത്വാ ച പാദയോസ്തസ്യ. തസ്യ പാദയോഹോ നത്വ, അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ നമസ്കരിച്ചിട്ട്, ആ സന്യാസിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചിട്ട്, തസ്യ നിശ്വസൻ, നിശ്വസൻ എന്ന് പറഞ്ഞാൽ ദീർഘശ്വാസം വിട്ടുകൊണ്ട്. എന്താ ദീർഘശ്വാസം വിടുന്നത്? ഉള്ളിലുള്ള അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ട്. നമുക്ക് നമ്മുടെ ഉള്ളിൽ അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ നമ്മുടെ ശ്വാസം അബ്നോർമലായിരിക്കും, അല്ലേ? പല പാമ്പ് ചീറ്റുന്ന പോലെയൊക്കെ ശ്വാസോച്ഛ്വാസം വരും നമ്മുടെ ഉള്ളിൽ നിന്ന്. അപ്പൊ നിശ്വസൻ, ഇങ്ങനെ നിശ്വസൻ അദ്ദേഹത്തിന്റെ വിഷമം പ്രകടിപ്പിച്ചുകൊണ്ട്, സംസ്ഥിതഃ പുരഃ, പുരഃ സംസ്ഥിതഃ അദ്ദേഹത്തിന്റെ മുമ്പിൽ ചെന്ന് നിന്നു. മുമ്പിൽ ചെന്ന് നിന്നാൽ ഏതൊരു ആൾക്കും ദയ തോന്നും, അല്ലെ? ഇങ്ങനെ ചെന്ന് നിന്നാൽ, ഒരു ദീനനായിട്ട് ശ്വാസം വിട്ടുകൊണ്ട് ഇങ്ങനെ ചെന്ന് നിന്നാൽ ആരാണെങ്കിലും കാരുണ്യം കാണിക്കും. അപ്പോൾ ആ മഹാത്മാവിന്റെ മുമ്പിൽ ചെന്ന് ശ്വാസം വിട്ടുകൊണ്ട് നിന്നു. ദൃഷ്ട്വാ പീതജലം തം തു വിപ്രോ യാതസ്തദന്തികം നത്വാ ച പാദയോസ്തസ്യ നിശ്വസൻ സംസ്ഥിതഃ പുരഃ. പുരഃ സംസ്ഥിതഃ, മുമ്പിൽ ചെന്ന് നിന്നു. അപ്പോ ആ മഹാത്മാവ് ചോദിക്കുന്നു, യതിരുവാച കഥം രോദിഷി വിപ്രത്വം കാതേ കാ ചിന്താ ബലീയസി വദത്വം സത്വരം മഹ്യം സ്വസ്യ ദുഃഖസ്യ കാരണം. യതിരുവാച, ആ മഹാത്മാവ് സന്യാസി യതി, അദ്ദേഹം ചോദിക്കുകയാണ് ഈ വിപ്രനോട്, നമ്മുടെ ആത്മദേവനോട്, കഥം രോദിഷി വിപ്ര ത്വം, ഹേ വിപ്ര, അല്ലയോ ബ്രാഹ്മണ, ത്വം കഥം രോദിഷി,
അങ്ങ് എന്ത് കാരണത്താലാണ് കരയുന്നത്? എന്തിനാണ് ഈ കരച്ചിൽ? കഥം രോദിഷി, എപ്രകാരമാണ് കരയുന്നത്? എന്ത് കാരണം കൊണ്ടാണ് കരയുന്നത് എന്നർത്ഥം. അങ്ങയുടെ കരച്ചിലിന് കാരണം എന്താണ്? അങ്ങയുടെ വിഷമത്തിന് കാരണം എന്താണ്? കാ തേ ചിന്താ ബലീയസി, തേ ബലീയസി ചിന്താ കാ. എന്താണ് അങ്ങയുടെ ഉള്ളിലെ വളരെ കാര്യമായിട്ടുള്ള ബലവത്തായിട്ടുള്ള ചിന്ത? എന്തോ ഗുരുതരമായ പ്രശ്നം അങ്ങയെ അലട്ടുന്നു. എന്താണ് ആ പ്രശ്നം? തേ ചിന്താ ബലീയസി കാ, എന്താണത്? വദത്വം സത്വരം മഹ്യം, ത്വം സത്വരം മഹ്യം വദ. നീ വേഗം, സത്വരം വേഗം, മഹ്യം എന്നോടായിക്കൊണ്ട്, വദ പറഞ്ഞോളൂ, വേഗം എന്നോട് പറഞ്ഞോളൂ. വദത്വം സത്വരം മഹ്യം സ്വസ്യ ദുഃഖോ യതിരുവാച കഥം രോദിഷി വിപ്രത്വം കാതേ ചിന്താ ബലീയസി വദത്വം സത്വരം മഹ്യം സ്വസ്യ ദുഃഖസ്യ കാരണം. ബ്രാഹ്മണ ഉവാച ആത്മദേവ ഉവാച. ഇവിടെ ബ്രാഹ്മണ എന്ന് പറഞ്ഞാൽ ആത്മദേവൻ മറുപടി പറഞ്ഞു. കിം ബ്രവീമി ഋഷേ ദുഃഖം പൂർവപാപേന സഞ്ചിതം മദീയാ പൂർവജാസ്തോയം കവോഷ്ണം ഉപഭുഞ്ചതേ. ബ്രാഹ്മണ ഉവാച കിം ബ്രവീമി ഋഷേ ദുഃഖം പൂർവപാപേന സഞ്ചിതം. ഹേ ഋഷേ, അല്ലയോ മഹാത്മാവേ, ഋഷിയായിരിക്കുന്ന ആളെ, മമ ദുഃഖം കിം ബ്രവീമി, എൻ്റെ ദുഃഖത്തെക്കുറിച്ച് ഞാൻ എന്ത് പറയാനാണ്? കിം ബ്രവീമി, വാട്ട് ക്യാൻ ഐ സേ, എന്താ ഞാൻ പറയേണ്ടത്? എൻ്റെ ദുഃഖത്തിന് കാരണം എനിക്ക് തന്നെ, ഞാനൊരു ബ്രാഹ്മണനായതുകൊണ്ട്, ശാസ്ത്രജ്ഞനായതുകൊണ്ട് എനിക്കറിയാം. പൂർവപാപേന സഞ്ചിതം, എൻ്റെ ജന്മാന്തരങ്ങളിൽ ചെയ്ത പാപം കൊണ്ട് വന്നു ചേർന്നതാണ്, എനിക്കറിയുന്നുണ്ട്. പൂർവപാപേന സഞ്ചിതം, അതുകൊണ്ടായിരിക്കാം എനിക്ക് ദുഃഖമുണ്ടായിരിക്കുന്നത്. മദീയാഹ പൂർവജാഹ തോയം കവോഷ്ണം ഉപഭുഞ്ചതേ. ഇവിടെ എന്താ പറയണത്? മദീയ പൂർവജാഹ, എൻ്റെ പൂർവീകന്മാർ, എൻ്റെ പിതൃക്കൾ എന്നർത്ഥം. എൻ്റെ പിതൃക്കൾ കവോഷ്ണം തോയം ഉപഭുഞ്ചത്തെ. കവോഷ്ണം എന്ന് പറഞ്ഞാൽ അല്പം ചൂടുള്ളത്, അല്പം ചൂടുള്ളതായിട്ടാണ് തോയം ഉപഭുഞ്ചതെ, അവര് വെള്ളം കുടിക്കുന്നത്, വെള്ളം സേവിക്കുന്നത്. എൻ്റെ പിതൃക്കൾ അല്പം ചൂടോട് കൂടിയിട്ടാണ് വെള്ളം കുടിക്കുന്നത്. ഇപ്പൊ എന്താ ഇപ്പൊ പ്രശ്നം? എന്താ ഈ പറയുന്നതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാല്, ഞാൻ എൻ്റെ പൂർവീകർക്കൊക്കെ ശ്രാദ്ധത്തിനും അമാവാസികൾക്കും മറ്റ് വിശേഷങ്ങൾക്കൊക്കെ തർപ്പണം ചെയ്യുമ്പോൾ, പിതൃക്കൾക്കായിക്കൊണ്ട് ഞാൻ തർപ്പണം ചെയ്യുമ്പോൾ, ആ പിതൃക്കൾ എന്നിൽ നിന്ന് സ്വീകരിക്കുന്ന ഉദകം, ആ വെള്ളം, അത് കുടിക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള താപം അവരുടെ നിശ്വാസമായിട്ട് ആ വെള്ളത്തെ പുറത്തേക്ക് വരുന്നുണ്ട്. അവരുടെ നിശ്വാസം എന്നെ പോലെ തന്നെ അവരും ശ്വാസം വിടുന്നുണ്ട്. എന്ന് പറഞ്ഞ് ശ്വാസം വിടുമ്പോൾ ആ ശ്വാസോച്ഛ്വാസം കൊണ്ട് കുടിക്കുന്ന വെള്ളം പോലും ചൂടാവുകയാണ്. അപ്പൊ അവരുടെ ഉള്ളിലുള്ള താപം പുറത്തേക്ക് ശ്വാസത്തിലൂടെ വന്ന് അവർ വെള്ളം കുടിക്കുമ്പോഴേക്കും അത് അല്പം ചൂടുള്ളതായി മാറുന്നു. നമ്മൾ സാധാരണ ചൂടുവെള്ളത്തിനെ ഊതിയിട്ട് തണുപ്പിച്ച് കുടിക്കും. ഇവിടെ പിതൃക്കള് വെള്ളം കൊടുക്കുമ്പോൾ അവർ കുടിക്കുന്നത് ചൂടാക്കിയിട്ടാണ് കുടിക്കുന്നത്. എങ്ങനെ? അവരുടെ ശ്വാസോച്ഛ്വാസം കൊണ്ട്. അതാണ് ഇവിടെ പറഞ്ഞതിൻ്റെ താല്പര്യം. അപ്പോൾ പിതൃക്കൾക്ക് ഞാൻ വെള്ളം കൊടുക്കുമ്പോൾ അവർക്ക് തൃപ്തിയില്ല. എന്താ കാരണം? എനിക്ക് സന്തതിയില്ലാത്തത് കൊണ്ട് അവർക്ക് ദുഃഖമുണ്ട്. അതെന്താ അവർക്ക് ദുഃഖത്തിന് കാരണം എന്നാണെങ്കിൽ, എനിക്ക് സന്തതി ഉണ്ടായാലല്ലേ ഞാൻ മരിച്ചാൽ ആ സന്തതികളിലൂടെ ഇവർക്ക് പിതൃക്കൾക്ക് വേണ്ടതായിട്ടുള്ള തർപ്പണം കിട്ടുള്ളൂ. അപ്പൊ അടുത്ത തലമുറ ഇല്ലാതെ കാണുമ്പോൾ, പിന്നിൽ ക്യൂവില് ആരുമില്ലാതെ കാണുമ്പോൾ അവസാനത്തെ ആളാണ് ഈ വെള്ളം തരുന്നത് എന്നാണ് പിതൃക്കളുടെ ഭാവം. ഇവനും കൂടി കഴിഞ്ഞാൽ, ഇവന്റെ കാലം കഴിഞ്ഞാൽ നമുക്ക് വെള്ളമില്ല കേട്ടോ, നമ്മുടെ കാര്യം കട്ടപ്പുകയാ, നമ്മൾ വെള്ളം കിട്ടാതെ തപിക്കേണ്ടി വരും എന്നുള്ള വരാനിരിക്കുന്ന താപം അവർക്ക് ഇപ്പം തന്നെ തുടങ്ങി. ഭാവിയിൽ സന്തതികളില്ലാത്തത് കൊണ്ട് ഇവർക്ക് വെള്ളം കിട്ടാനില്ല, ഇവനോടുകൂടി കഴിയുകയാണ് ഈ വംശം. അതുകൊണ്ട് ആ പിതൃക്കൾക്ക് ദുഃഖം. അപ്പൊ അവരുടെ ദുഃഖം അവർ പുറത്തേക്ക് ശ്വാസത്തിലൂടെ വരുമ്പോൾ അവർ കുടിക്കുന്ന വെള്ളം ചൂടാവുന്നു. അതാണ് ഇവിടെ പരോക്ഷമായി പറഞ്ഞത്. എന്താണ്? മദീയ പൂർവജാഹ തോയം കവോഷ്ണം ഉപഭുഞ്ചതേ.
എൻ്റെ പൂർവജന്മാർ, എൻ്റെ പിതൃക്കൾ ഞാൻ കുടിക്കുന്ന വെള്ളത്തെ അല്പം ചൂടാക്കിയിട്ടാണ് കുടിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് കൊറോണ വരുന്ന പേടി കൊണ്ടല്ല. ഈ പ്രശ്നം വരാനിരിക്കുന്ന ഈ അനപത്യം കൊണ്ടുണ്ടാകുന്ന വിച്ഛിത്തി ഉണ്ടാവും. എന്തിന്? ഈ പാരമ്പര്യത്തിന്, പിതൃക്കൾക്ക് വെള്ളം കിട്ടുന്ന പാരമ്പര്യത്തിന് മുറിവുണ്ടാവാൻ പോവാണ്, കണ്ണി മുറിഞ്ഞു പോകാൻ പോവാണ്, ഒരു ടെർമിനേഷൻ ഉണ്ടാകാൻ പോവുകയാണ്. അത് അവർക്ക് സഹിക്കുന്നില്ല, അതുകൊണ്ട് അവർ ദുഃഖിക്കുന്നു. അപ്പോൾ അതാണ് നമ്മുടെ കുടുംബത്തിൽ സന്തതികളില്ലാതായാൽ പിതൃക്കൾക്ക് താപമുണ്ടാകും. കാരണം അവർക്ക് വരും ഇനിയും തലമുറകളില്ലാതാവുമ്പോൾ അവർ വിഷമിക്കും. നമ്മുടെ കുടുംബത്തിൽ നിറയെ സന്തതികൾ ഉണ്ടായാലോ പിതൃക്കൾ സന്തോഷിക്കും. അപ്പോൾ പിതൃക്കളുടെ അനുഗ്രഹം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ധാരാളം നല്ല സന്തതികളെ വളർത്തും. വെറുതെ സന്തതികൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, പന്നിക്കൂട്ടങ്ങളെ ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. പന്നിക്കൂട്ടങ്ങളെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. സംസ്കാരമുള്ള, പാരമ്പര്യം അനുസരിക്കുന്ന, പിതൃക്കൾക്ക് വെള്ളം കൊടുക്കുന്ന സന്തതികളെ ജനിപ്പിക്കണം. പിതൃക്കൾക്ക് തർപ്പണം ചെയ്യുന്ന സന്തതികളെ വേണം ജനിപ്പിക്കാനായിക്കൊണ്ട്. അല്ലാതെ യാതൊരു സംസ്കാരവും ഇല്ലാത്ത മൂഢ സന്തതികൾ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. അത് ഇല്ലാതിരിക്കുകയാണ് ഭേദം. ഇപ്പൊ ബ്രാഹ്മണ ഉവാച കിം ബ്രവീമി ഋഷേ ദുഃഖം പൂർവപാപേന സഞ്ചിതം മദീയാ പൂർവജാസ്തോയം കവോഷ്ണം ഉപഭുഞ്ചതേ മദ്ദത്തം നൈവ ഗൃഹന്തി പ്രീത്യാ ദേവാദ്വിജാദയഃ പ്രജാ ദുഃഖേന ശൂന്യോഹം പ്രാണാൻ ത്യക്തും ഇഹാഗതഃ. മദ്ദത്തം നൈവ ഗൃഹന്തി പ്രീത്യാ ദേവാദ്വിജാദയഃ. മദ്ദത്തം ഞാൻ കൊടുക്കുന്നത്, എന്നാൽ കൊടുക്കപ്പെടുന്നത്, നൈവ ഗൃഹന്തി സ്വീകരിക്കുന്നില്ല. ആര്? ദേവാഹ. ദേവന്മാർക്കും ഞാൻ കൊടുക്കുന്നതൊന്നും വേണ്ട. പ്രീത്യാന ഗൃഹന്തി, അവർ പ്രീതിപൂർവമല്ല സ്വീകരിക്കുന്നത്. ദ്വിജാദയ, ഞാൻ ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കുമ്പോൾ അവർക്കും മനസ്സൊന്നുമില്ല മേടിക്കാൻ. എന്തുകൊണ്ട്? ശപിക്കപ്പെട്ട ഇങ്ങനെ ഒരാളുടെ നിന്ന്, പുത്രനില്ലാത്ത ഒരാളുടെ നിന്ന് ദാനം സ്വീകരിക്കാൻ, അതുപോലെ പൂജാദികൾ സ്വീകരിക്കാൻ ദേവന്മാർക്കും ബ്രാഹ്മണർക്ക് പോലും മടി. കാരണം ഇയാളോടുകൂടി കഴിഞ്ഞല്ലോ, ഈ വംശം കുറ്റിയേറ്റ് പോവല്ലേ, ദേവന്മാർക്കുള്ള പൂജയും മുടങ്ങാൻ പോവുകയാണ്, ബ്രാഹ്മണർക്കുള്ള ദാനവും മുടങ്ങാൻ പോവുകയാണ്. അപ്പൊ ഈ സംസ്കാരം കുറ്റിയേറ്റ് പോകാൻ പോകുന്നു എന്നുള്ളതാണ് അവരുടെ ദുഃഖം. ദേവന്മാര്, പിതൃക്കള്, ബ്രാഹ്മണരെ ഒക്കെ ദുഃഖിക്കുന്നു ഒരു വംശത്തില് സന്തതികൾ, നല്ല സന്തതികൾ ഇല്ലാതാവുമ്പോൾ, സത്സന്താനങ്ങൾ ഇല്ലാതാവുമ്പോൾ. കാരണം അവർക്ക് കിട്ടാനുള്ളത് പരമ്പരയാ കിട്ടിക്കൊണ്ടിരുന്നത് മുടങ്ങാൻ പോകുന്നു. മദ്ദത്തം നൈവ ഗൃഹന്തി പ്രീത്യാ ദേവാ ദ്വിജാദയഃ പ്രജാ ദുഃഖേന ശൂന്യോഹം. പ്രജാദുഃഖം കൊണ്ട്, സന്തതിയില്ലാത്ത ദുഃഖം കൊണ്ട്, അഹം ശൂന്യഃ, ഞാൻ ശൂന്യപ്രായനാണ്, ഒന്നുമില്ലാത്തവനാണ്, നശിച്ചവനാണെന്നർത്ഥം. ശൂന്യം എന്ന് പറഞ്ഞാല് ശുനകൻ ശയിക്കുന്ന സ്ഥാനം എന്നാണ്. നായ കിടക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് ശൂന്യം. നായ കിടക്കുന്നത് എവിടെയാ കിടക്കുക? ചാരത്തില്. നായക്ക് ചാരമാണ് ഇഷ്ടം. അപ്പൊ നായ കിടക്കുന്ന സ്ഥലം ചാരമാണ് ശൂന്യം. അപ്പോ ഇവിടെ പ്രജാദുഃഖേന ശൂന്യോഹം എന്ന് പറഞ്ഞാല് ഞാനും പ്രജാദുഃഖം കൊണ്ട്, സന്തതിയില്ലാത്തത് കൊണ്ട് എൻ്റെ മനസ്സ് ഒരു വല്ലാത്തൊരു മരുഭൂമി പോലെ ആയിരിക്കണു, ഒരു ശ്മശാന ഭൂമി പോലെ ആയിരിക്കണു, ശൂന്യപ്രായമായിരിക്കുന്നു. പ്രാണാൻ തെക്തും ഇഹ ആഗതഃ. അതുകൊണ്ട് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് തോന്നിയിട്ട് നിരാശനായിട്ട് ഞാൻ പ്രാണങ്ങളെ ഉപേക്ഷിക്കാൻ, എൻ്റെ ദേഹം ത്യജിക്കാൻ ഇഹ ആഗതഃ വന്നതാണ്. എങ്ങനെയെങ്കിലും മരിച്ചു കളയാം എന്ന് വിചാരിച്ച് ഞാൻ വന്നതാണ്. പ്രജാദുഃഖേന ശൂന്യോഹം പ്രാണാൻ തെക്തുമിഹാഗതഃ. അദ്ദേഹം സ്വയം ധിക് 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 എന്ന് പറഞ്ഞ് തലക്കടിക്കും പോലെ നിന്ദിക്കുന്നു, തന്നെ തന്നെ നിന്ദിക്കുകയാണ്. ധിക് ജീവിതം പ്രജാഹീനം ദിഗ്ഗൃഹം ച പ്രജാം വിന ദിഗ്ധനം ചാനപത്യസ്യ ധിക്കുലം സന്തതിം വിനാ. ധിക് 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 എന്ന് സ്വയം പറയുന്നത് നിന്ദ്യം 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 നിന്ദ്യം. ദിഗ് ജീവിതം പ്രജാഹീനം, മമ ജീവിതം പ്രജാഹീനം ധികേവ.
സന്തതിയില്ലാത്ത ജീവിതം നിന്ദ്യം. ദിക് ദിക് ദിക്. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. ഒന്നിനും കൊള്ളാത്തതാണ് പ്രജാഹീനമായിട്ടുള്ള ജീവിതം. ദിഗൃഹം ച പ്രജാം വിനാ. സന്തതിയില്ലാത്ത വീട്, ഗൃഹം. ദിക് ദിക് നിന്ദ്യം, ശൂന്യം. നായ കിടക്കുന്ന സ്ഥലം പോലെ തന്നെയാണ് സന്തതികളില്ലാത്ത വീട്. ദിഗൃഹം ച പ്രജാം വിനാ ദിഗ്ധനം ച അനപത്യസ്യ. അനപത്യസ്യ ധനം ദിക്. സന്തതിയില്ലാത്തവൻ അനപത്യൻ, അപത്യമില്ലാത്തവൻ. അപത്യമില്ലാത്തവന്റെ ധനം കൊണ്ടും ഒരു പ്രയോജനവുമില്ല. ധനം എന്ന് പറഞ്ഞാൽ ദാനധർമ്മങ്ങൾ ചെയ്യാനുള്ളതാണ്. ആ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ സ്വീകരിക്കാൻ ആളില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം? പിതൃക്കൾക്ക് വേണ്ട, ദേവന്മാർക്ക് വേണ്ട, ബ്രാഹ്മണർക്ക് വേണ്ട. ഞാൻ ധനം കൊടുക്കുമ്പോൾ ആരും വന്ന് സ്വീകരിക്കുന്നില്ല സന്തോഷമായിട്ട്. പിന്നെ എന്തുണ്ടായിട്ട് എന്ത് കാര്യം? ദിഗ്ധനം ചാനപത്യസ്യ ദിക്കുലം സന്തതിം വിനാ. സന്തതിം വിനാ കുലം ധിക് ധിക്. സന്തതികളില്ലാത്ത കുലവും നിന്ദ്യം നിന്ദ്യം. ഇപ്പൊ നമ്മുടെ ഹിന്ദു സമൂഹത്തെ നമ്മുടെ ഇന്ദിരാഗാന്ധിയാണ് ചതിച്ചത്. ഇന്ദിരാഗാന്ധി ചതിച്ചു നമ്മുടെ ഹിന്ദു സമൂഹത്തെ. കുടുംബാസൂത്രണം എന്ന് പറഞ്ഞൊരു പദ്ധതിയുമായിട്ട് വന്നിട്ട് ഹിന്ദുക്കളെയൊക്കെ വന്ധ്യംകരിച്ചു. എത്രയോ പേര് ആ കാലത്ത് കാശ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിയാത്തവർ പോലും വന്ധ്യംകരണത്തിന് സ്വയം വിധേയരായി. കാശ് വാങ്ങിച്ച് വന്ധ്യംകരണത്തിന് വിധേയരായി. എന്നിട്ട് പറയാതെ കല്യാണം കഴിച്ചിട്ടുള്ളവരുണ്ട്. എനിക്കറിയാം പലരെയും. എൻ്റെ അറിവിൽ, എൻ്റെ ബാല്യത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്. ആ കാലത്ത് കാശ് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ പല കള്ളുകുടിയന്മാരും പോയിട്ട് കാശ് വാങ്ങിച്ച് കള്ളു കുടിച്ചു. ആമ്പിള്ളേരൊക്കെ പോയി വന്ധ്യംകരണം ചെയ്ത് പലരുടെയും ഇവിടെ വലിയ വലിയ കീറൽ കാണാം, വലിയ തുന്നിക്കൂട്ടൽ കാണാം ഓപ്പറേഷൻ ചെയ്തതിൻ്റെ. അവരെന്നിട്ട് വിവാഹം കഴിക്കുക സ്ത്രീകളോട് പറയാതെ. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, എനിക്കറിയാവുന്ന ഒരുപാട് പേര്. എന്നിട്ട് അവർ കുട്ടികളില്ലാതെ വിഷമിക്കുക. എങ്ങനെ ഉണ്ടാവും? ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞാൽ. അപ്പൊ ഹിന്ദുക്കളുടെ ജനസംഖ്യ അവിടുന്നാണ് താഴേക്ക് വരാൻ തുടങ്ങിയത്. മറ്റവരൊന്നും അത് സ്വീകരിച്ചതുമില്ല. അവർക്കൊക്കെ പടച്ചോൻ കൊടുത്തതിനെ അവർ സ്വീകരിച്ചു. അവർ 4 ബീബികളും 36 സന്താനങ്ങളുമായിട്ട് അവരുടെ പെർസെൻറ്റേജ് ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ലോകത്തിൽ മൊത്തത്തിലും ഭാരതത്തിലും കേരളത്തിൽ ഭയാനകമായ രീതിയിലും. അപ്പം നമ്മൾ മറന്നു നമ്മുടെ ധർമ്മം. നമ്മുടെ ധർമ്മം മറന്നു. നമ്മുടെ ധർമ്മം പഠിച്ചില്ല ആരും. നമ്മുടെ ധർമ്മത്തിൽ സന്തതികൾ ധാരാളം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നവരായിരുന്നു നമ്മുടെ പൂർവീകർ. ധാരാളം സന്തതികൾ ഉണ്ടാവട്ടെ എന്ന് അനുഗ്രഹിക്കുന്നവരായിരുന്നു. തമിഴിൽ പറയുമ്പോൾ 16 പെറ്റ് പെരുവാഴ്വ് വാഴുക എന്നൊക്കെ പറയും. ആ 16ന് അർത്ഥം വേറെയാണ്. 16 ഗുണങ്ങൾ ഉണ്ടാവുക എന്നും കൂടി അർത്ഥമാണ്. 16 ഗുണങ്ങൾ ഉണ്ടായിട്ട് നന്നായി ജീവിക്കുക എന്നർത്ഥമാണ്. പക്ഷേ എന്നാലും സാധാരണക്കാരെടുത്തത് 16 സന്തതികളെ പെറ്റ് പെരുവാഴ്വ് വാഴുകാൻ. 16 വേണ്ട, 4 മതി ധാരാളമായി. 4 സന്തതികൾ ഒരു കുടുംബത്തിൽ ധാരാളമായി. ഇന്നിപ്പോൾ അതിൻ്റെ കുറവാണ്. കാരണം എത്രയോ ആളുകൾക്ക് സന്തതികൾ ഇല്ലാത്ത ദമ്പതികൾ. അപ്പോൾ അത്രയും കുറവുകൾ വരും. നാം 2 നമുക്ക് 2 എന്ന് പറഞ്ഞു. പിന്നെ നാം 2 നമുക്ക് 1 എന്നായി. ഇപ്പോൾ പെൺകുട്ടികൾക്ക് പ്രസവിക്കാനേ താല്പര്യവും ഇല്ലാതെയാക്കി. പെൺകുട്ടികളെ ഇപ്പോൾ താന്തോന്നികളായിട്ട് വളർത്തിയിട്ട് അവർക്ക് ഇപ്പോൾ സ്വാതന്ത്ര്യം വേണം. ഇഷ്ടം പോലെ പാർട്ട്നേഴ്സിനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റണമെങ്കിൽ പ്രസവിച്ചാൽ ശരിയാവില്ലല്ലോ. ഇത് ചുമന്നുകൊണ്ട് നടക്കണ്ടേ, കുട്ടികളെ ചുമന്നുകൊണ്ട് നടക്കണ്ടേ, അപ്പോൾ സൗന്ദര്യം പോവില്ലേ? അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായി. പ്രസവിക്കാൻ ഇഷ്ടമില്ലാത്ത തലമുറകളാണ് ഇപ്പോൾ വളർന്നു വരുന്നത്. അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റുകളും. നിങ്ങൾ കള്ളടിച്ചിട്ടോ കഞ്ചാവ് അടിച്ചിട്ടോ പാർട്ടി നടത്തിയിട്ടോ എങ്ങനെയോ നശിച്ചു പോവിൻ, ലവ് ജിഹാദിൽ പെട്ടിട്ടോ എങ്ങനെയോ നശിച്ചു പോവിൻ ഹിന്ദുക്കളെ, ജന്തുക്കളെ. നിങ്ങളൊരിക്കലും രക്ഷപ്പെടണ്ട എന്ന മട്ടിൽ നമ്മുടെ എന്താ പറയുക ശിശു
വകുപ്പിൽ നിന്നും മറ്റുമൊക്കെ പരസ്യങ്ങളൊക്കെ വന്നിട്ട് നമ്മുടെ പെൺകുട്ടികളെ താന്തോന്നികളാക്കുന്ന പരസ്യങ്ങൾ. ഞങ്ങൾ എന്ത് ധരിക്കും, ഞങ്ങൾ എന്ത് ഭക്ഷിക്കും, ഞങ്ങൾ എങ്ങനെ നടക്കും, ഞങ്ങൾ സ്വതന്ത്ര പറവകളായിട്ട് പാറിപ്പറന്ന് നടക്കും എന്ന് താന്തോന്നികളാക്കാനുള്ള പരസ്യവും തുടങ്ങിയിട്ടുണ്ട്. അത് മുഴുവൻ ഹിന്ദുക്കൾക്കുള്ളതാണ്, അല്ലാതെ മലപ്പുറംകാർക്കുള്ളതല്ല. അവരെന്ത് ധരിക്കുന്നു അവർ തീരുമാനിക്കും, അവരെന്ത് ഭക്ഷിക്കണം, എപ്പോൾ ഭക്ഷിക്കണം, വേറെ ആര് ഭക്ഷിക്കണം എന്നും കൂടി അവർ തീരുമാനിക്കും. മലപ്പുറത്ത് പോയാൽ ആര് ഭക്ഷിക്കണം, എപ്പോൾ ഭക്ഷിക്കണമെന്ന് അവർ തീരുമാനിക്കും. ഇപ്പോൾ പെരുന്നാൾ കാലത്ത് മലപ്പുറത്ത് പോയാൽ നമുക്കൊന്നും പകല് ഒരു ഹോട്ടലിലും ഒന്നും കിട്ടില്ല, പച്ചവെള്ളം കിട്ടില്ല. അപ്പോൾ മലപ്പുറം പാകിസ്ഥാനിലാണോ സൗദി അറേബ്യയിലാണോ? അവിടെ പോലും കിട്ടും, അവിടെ പോലും കിട്ടും. ചിന്തിക്കുക, നമ്മുടെ ഗവൺമെൻറ്റുകൾ നമ്മുടെ ഹിന്ദു സമൂഹത്തെ ധർമ്മം അറിയാത്തവരും ബോധമില്ലാത്തവരുമാക്കി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർമ്മിക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത്, സന്തതികൾ ഒരു ഗൃഹത്തിൻ്റെ അലങ്കാരമാണ്, പിതൃക്കൾക്ക് സന്തോഷമാണ്, ദേവന്മാർക്കും സന്തോഷം കൊടുക്കുന്നവരാണ് എന്ന് പറയുകയാണ് ഇവിടെ. ദിഗ്ജീവിതം പ്രജാഹീനം ദിഗ്ഗൃഹം ച പ്രജാം വിനാ ദിഗ്ധനം ച അനപത്യസ്യ ദിക്കുലം സന്തതിം വിനാ പാല്യത്തെ യാമയാദേനുഃ സാ വന്ദ്യാ സർവദാ ഭവേത് യോ മയാരോപിതോ വൃക്ഷഃ സോപി വന്ദ്യത്വമാശ്രയേത്. പാല്യത്തെ യാമയാദേനുഃ സാ വന്ദ്യാ സർവദാ ഭവേത്. ആത്മദേവൻ പറയുകയാണ് ആ ബ്രാഹ്മണ യതിയോട്, മഹർഷിയോട്, പാല്യത്തെ യാ മയാ ധേനുഃ, യാ ധേനുഃ മയാ പാല്യത്തെ. ഏതൊരു പശു ധേനു എന്നാൽ രക്ഷിക്കപ്പെടുന്നുവോ, ഞാൻ വളർത്തുന്നുവോ, സാ വന്ദ്യാ സർവദാ ഭവേത്. എല്ലാ പ്രകാരത്തിലും എന്തൊക്കെ ചെയ്തു നോക്കിയിട്ടും സാ വന്ദ്യാ ഭവേത്, ആ പശുവും വന്ധ്യയായിട്ട് കഴിയുന്നു. ആ പശുവും പ്രസവിക്കുന്നില്ല, എൻ്റെ വീട്ടിൽ വളർത്തുന്ന പശുവും വന്ധ്യയായിരിക്കുന്നു. ഇനി യോ മയാ ആരോപിതോ വൃക്ഷഃ, ഞാൻ ഏതൊരു വൃക്ഷം വെച്ച് പിടിപ്പിച്ചാലും, യോ മയാ ആരോപിതോ വൃക്ഷഃ, എന്നാൽ വളർത്തപ്പെടുന്ന വൃക്ഷം, കുഴിച്ചിടുന്ന വളർത്തുന്ന വൃക്ഷം, ആരോപിതമാകുന്ന വൃക്ഷം, സോപി വന്ധ്യത്വം ആശ്രയത്, അതും വന്ധ്യത്വത്തെ പ്രാപിച്ചിരിക്കുന്നു, പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നില്ല. അപ്പം ഞാൻ ഏത് ഫലവൃക്ഷം വെച്ച് പിടിപ്പിച്ചാലും അതിലൊരു ഫലവും ഉണ്ടാകുന്നില്ല, അതിൽ പൂവില്ല കായുമില്ല, വന്ധ്യം. അപ്പം എൻ്റെ തലയിലെഴുത്തെന്നല്ലാതെ എന്താ പറയുക എന്ന് വിഷമിക്കുകയാണ്. പാല്യതേയാമയാദേനുഃ സാ വന്ധ്യാ സർവദാ ഭവേത് യോ മയാ ആരോപിതോ വൃക്ഷഃ സോപി വന്ധ്യത്വമാശ്രയേത്. യദ്ബലം മദ്ഗൃഹായാതം ശീഘ്രം തച്ച വിശുഷ്യതി നിർഭാഗ്യസ്യ അനപത്യസ്യ കിമിതോ ജീവിതേന മേ. യദ്ബലം മദ്ഗൃഹായാതം ശീഘ്രം തച്ച വിശുഷ്യതി. ഏതൊരു പഴം, ഏതൊരു കായ്കറികളോ ഫലങ്ങളോ മദ്ഗൃഹ ആയാത ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ, എവിടെന്നെങ്കിലും വാങ്ങിച്ചിട്ടോ കിട്ടിയതോ കൊണ്ടുവന്നാൽ, ശീഘ്രം തച്ച വിശുഷ്യതി, വീട്ടിൽ കൊണ്ടുവയ്ക്കേണ്ട മാത്രയിൽ അത് ഉണങ്ങിപ്പോകുന്നു. വിശുഷ്യതി, ശുഷ്കമായി പോകുന്നു, കേടുവന്നു പോകുന്നു. അപ്പോൾ വീട്ടിലൊരു പഴം കൊണ്ടുവന്ന് വെച്ചാൽ പോലും പെട്ടെന്ന് അത് കേടുവന്നു പോകുന്നു. നിർഭാഗ്യസ്യ അനപത്യസ്യ കിമിതോ ജീവിതേന മേ. നിർഭാഗ്യവാനും സന്തതിയില്ലാത്ത അനപത്യനുമായിട്ടുള്ള മേ എനിക്ക് ഇനി ജീവിതേന ഇതഹ കിം, ജീവിതം കൊണ്ട് ഇനി എന്ത് കാര്യം, ഇതഹ ഇനി ഇവിടുന്ന് അങ്ങട് എന്ത് കാര്യം, എന്തിന് ഞാൻ ജീവിക്കണം, ജീവിച്ചിട്ട് എന്ത് പ്രയോജനം, ഒരു കാര്യവുമില്ല, ഒരു ബലവുമില്ലാത്ത ജീവിതം. യദ്ബലം മദ്ഗൃഹായാതം ശീഘ്രം തച്ച വിശുഷ്യതി നിർഭാഗ്യസ്യ അനപത്യസ്യ കിമിതോ ജീവിതേന മേ. ഇത്യുക്ത്വാ സരുരോധോച്ഛൈഃ തൽപാർശ്വേ ദുഃഖപീഡിതഃ തദാ തസ്യ യഥേശ്ചിത്തേ
കരുണാഭൂദ്ഗരീയസി ഇത്യുക്ത്വാ സ രുരോധ ഉച്ചൈഃ തൽപാർശ്വേ ദുഃഖപീഡിതഃ. ഇത്യുക്ത്വാ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സഹ ഉച്ചൈഃ രുരോധ അവൻ ഉച്ചത്തിൽ രോദനം ചെയ്തു, കരഞ്ഞു. ഈ ബ്രാഹ്മണൻ എവിടെ? തൽപാർശ്വേ ആ മഹർഷിയുടെ സമീപത്തിൽ. ദുഃഖപീഡിത ദുഃഖപരവശനായിട്ട് പീഡിതനായിട്ട് നുറുങ്ങുന്ന ഹൃദയത്തോടെ, വേദനിക്കുന്ന ഹൃദയത്തോടെ അദ്ദേഹം ഉച്ചത്തിൽ നിലവിളിച്ചു കരഞ്ഞു ആ മഹാത്മാവിൻ്റെ സമീപത്ത്. തഥാ തസ്യ യദേഹേ ചിത്തേ കരുണാഭൂത് ഗരീയസി. തഥാ അപ്പോൾ തസ്യ യദേഹേ ചിത്തേ ആ യതിയുടെ ചിത്തത്തിൽ ഗരീയസി കരുണ അഭൂത് ഗുരുതരമായ കരുണ. ഗരീയസി എന്ന് പറഞ്ഞാൽ ഭാരമേറിയത്, മഹത്തായത് എന്നൊക്കർത്ഥം. വളരെ ഗൗരവതരമായിട്ടുള്ള കരുണ, സീരിയസ് ആയിട്ടുള്ള കരുണ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായി. അയ്യോ പാവം തന്നെ, ഇങ്ങനെ കരയണമല്ലോ, എന്തെങ്കിലും ഒരു ഉപായം പറഞ്ഞു കൊടുക്കണം, അയാളെ ആശ്വസിപ്പിക്കണം എന്ന് ആ മഹാത്മാവിൻ്റെ ഹൃദയം ആർദ്രമായി. ഇത്യുക്ത്വാ സരുരോധോച്ചൈഃ തൽപാർശ്വേ ദുഃഖപീഡിതഃ തദാ തസ്യ യദേശ്ചിത്തേ കരുണാഭൂത് ഗരീയസി. തദ്ബാലാക്ഷരമാലാം ച വാചയാമാസ യോഗവാൻ സർവം ജ്ഞാത്വാ യതിഃ പശ്ചാത് വിപ്രം ഊചേ സവിസ്തരം. തദ്ബാലാക്ഷരമാലാം ച വാചയാമാസ യോഗവാൻ. യോഗവാനാണ് ഇദ്ദേഹം, മഹാനാണ്, വലിയ ജ്ഞാനിയാണ്, യോഗസിദ്ധികളുള്ള ആളാണ്. ആര്? ഈ മഹാത്മാവ് ഋഷി. അദ്ദേഹം എന്ത് ചെയ്തു? തദ്ബാല അക്ഷരമാല, അവൻ്റെ നെറ്റിയിൽ എഴുതിയിരിക്കുന്ന അക്ഷരമാലയെ എന്ന് പറഞ്ഞാലോ അവൻ്റെ തലയിൽ എഴുത്ത്, അവൻ്റെ വിധി, വാചയാമാസ അതിനെ വായിച്ചു, വായിച്ചറിഞ്ഞു. ഇവൻ്റെ തലയിൽ എന്താ എഴുതിയിരിക്കണമെന്ന് അവൻ്റെ നെറ്റിയിലെ അക്ഷരങ്ങൾ വായിച്ചെടുത്തു. ആര്? ഈ യോഗിയായിട്ടുള്ള മഹാത്മാവ്. സർവം ജ്ഞാത്വാ യതി പശ്ചാത്, എല്ലാം അറിഞ്ഞ ശേഷം ആ യതി പിന്നീട് വിപ്രം ഊജെ സവിസ്തരം, ആ വിപ്രനോട് സവിസ്തരം ഊജെ, വിസ്തരിച്ച് തന്നെ പറഞ്ഞു കൊടുത്തു. ഇദ്ദേഹത്തിൻ്റെ വിധി എന്താണ്, തലയിലെഴുത്ത് എന്താണ്, ജാതകം എന്താണ് എന്നുള്ളത് വായിച്ചിട്ട് അദ്ദേഹം പറയുകയാണ്. തലയിലെഴുത്ത് നോക്കി വായിച്ച് ഈ മഹാത്മാവ് യതി പറഞ്ഞു കൊടുക്കുകയാണ്. തദ്ബാലാക്ഷരമാലാം ച വാചയാമാസ യോഗവാൻ സർവം ജ്ഞാത്വാ യതിഃ പശ്ചാത് വിപ്രമൂജേ സവിസ്തരം. യതിരുവാച മുഞ്ചാജ്ഞാനം പ്രജാരൂപം ബലിഷ്ഠാ കർമ്മണോ ഗതിഃ വിവേകം തു സമാസാദ്യ ത്യജ സംസാരവാസനം. യതിരുവാച മുഞ്ചാജ്ഞാനം പ്രജാരൂപം ബലിഷ്ഠാ കർമ്മണോ ഗതിഃ വിവേകം തു സമാസാദ്യ ത്യജ സംസാരവാസനം. യതിരുവാച, യതി ബ്രാഹ്മണനോട് പറയുകയാണ്, മുഞ്ച അജ്ഞാനം പ്രജാരൂപം, പ്രജയെക്കുറിച്ചിട്ടുള്ള അങ്ങയുടെ അജ്ഞാനത്തെ അങ്ങ് ഉപേക്ഷിക്കൂ, വെടിയൂ. സന്തതി ഉണ്ടെങ്കിലേ ജീവിതം ധന്യമാകുള്ളൂ എന്നുള്ള വിചാരം വെടിയൂ. അങ്ങനെയൊന്നുമില്ല. അങ്ങും പഠിച്ചിട്ടുണ്ടല്ലോ വേദങ്ങളൊക്കെ, പിന്നെന്താ അല്ലേ? ആ വേദങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ന കർമ്മണാന പ്രജയാതനേന ത്യാഗേനൈകേ അമൃതത്വമാനസു. ഒരു മനുഷ്യ ജീവിതം ധന്യമാക്കാൻ എന്താ പറയുക, കർമ്മങ്ങളെ കൊണ്ടോ ധനം കൊണ്ടോ സന്തതികളെ കൊണ്ടോ ഒന്നും വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിൻ്റെയൊക്കെ അജ്ഞാനത്തിലുള്ള ത്യാഗമാണ് വേണ്ടത്. ത്യാഗേനൈകേ അമൃതത്വമാനസുഹു, അജ്ഞാനത്യാഗം കൊണ്ട്, മമതാത്യാഗം കൊണ്ട്, ജ്ഞാനം ഒന്നുകൊണ്ട് മാത്രമാണ് അമൃതത്വം പ്രാപിക്കുക. അതുകൊണ്ട് ഇതൊന്നും വേണ്ട എന്ന് വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, മുഞ്ച അജ്ഞാനം പ്രജാരൂപം, പ്രജയെ സംബന്ധിച്ച അങ്ങയുടെ അജ്ഞാനത്തെ വെടിയൂ. ബലിഷ്ഠ കർമ്മണോ ഗതി, കർമ്മത്തിൻ്റെ ഗതി എന്ന് പറയുന്നത് പ്രബലമാണ്, അത് ആർക്കും മാറ്റിമറിക്കാൻ പറ്റില്ല, ഭയങ്കര ശക്തിയുള്ളതാണ്. നമ്മൾ പൂർവങ്ങളിൽ ചെയ്തതായിട്ടുള്ള കർമ്മമാണ് ഇപ്പം നമ്മൾ ഈ രൂപത്തിൽ അനുഭവിക്കുന്നത്. അത് അന്നേ നിശ്ചയിക്കപ്പെട്ടു പോയി, അതുകൊണ്ടിപ്പോൾ മാറ്റിമറിക്കാൻ പറ്റില്ല. ബലിഷ്ഠ കർമ്മണോ ഗതി, കർമ്മത്തിൻ്റെ വേഗത എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഇട്ട് പിടിക്കാൻ പറ്റില്ല അല്ലേ? വളരെ വേഗത്തിൽ പാഞ്ഞു പോകുന്ന ഒരു വണ്ടിക്ക് നമ്മൾ
പിടിക്കാൻ നിന്നാൽ എന്താകും? പാണ്ടിലോറിയുടെ അടിയിൽപ്പെട്ട തവളയെ പോലെയാവും. അത്രയേ ഉള്ളൂ. അപ്പൊ ഗതിഹി എന്ന് പറഞ്ഞാൽ വേഗം. കർമ്മണ ഗതിഹി, കർമ്മത്തിന്റെ ശക്തി, അതിന്റെ വേഗം. അതാരും പിടിച്ചാൽ നിൽക്കുന്നതല്ല. അത് എന്താ പറയുക, ബുള്ളറ്റ് പോകുന്ന പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ലക്ഷ്യത്തിലെത്തിയിട്ടേ നിൽക്കുള്ളൂ. ഒരു അസ്ത്രം തൊടുത്തു കഴിഞ്ഞാൽ, വില്ലിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ പിന്നെ അതിനെ തടയാൻ പറ്റില്ല. അത് ലക്ഷ്യത്തിൽ ഭേദിച്ചിട്ടേ നിൽക്കുള്ളൂ. തിരിച്ചു വിളിച്ചാൽ വരുന്നതല്ല. അസ്ത്രമേ, അറിയാതെ കൈവിട്ടു പോയതാണ്, തിരിച്ചു വരൂ തിരിച്ചു വരൂ എന്ന് പറഞ്ഞിട്ട് വിളിച്ചാലൊന്നും കൈവിട്ടു പോയ അസ്ത്രം തിരിച്ചു വരില്ല. തോക്കിൽ നിന്ന് പോയ വെടിയുണ്ട തിരിച്ചു വരില്ല. അതുപോലെയാണ് കർമ്മത്തിന്റെ ഗതി. ബലിഷ്ഠ കർമ്മണോ ഗതി. അത് വിട്ടുപോയി, കൈവിട്ടുപോയി പ്രാരബ്ധം. വിവേകം തു സമാസാദ്യ ത്യജ സംസാരവാസനാം. അങ്ങയുടെ വിവേക ബുദ്ധിയെ ആർജിച്ച് വേണ്ട പോലെ അതിനെ പക്വപ്പെടുത്തി, വിവേകം സമാസാദ്യ സംസാരവാസനാം ത്യജ, ഈ സംസാരത്തിലുള്ളതായിട്ടുള്ള ഭ്രമത്തെ വെടിയൂ. ഇത് മുഴുവൻ ഇങ്ങനെ പുനരപി ജനനം പുനരപി മരണം എന്നുള്ള ആവർത്തനം മാത്രമാണ്. അതിലൊക്കെയുള്ള താല്പര്യത്തെ വെടിയൂ. രക്ഷപ്പെടാൻ നോക്കൂ. ഇപ്പോഴാണ് രക്ഷപ്പെടാൻ നല്ലത്. സന്തതികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങേക്ക് വൈരാഗ്യം വന്നൂലോ, നല്ല തന്നെ. ഇപ്പോൾ മുഞ്ചാജ്ഞാനം പ്രജാരൂപം ബലിഷ്ഠ കർമ്മണോ ഗതി. വിവേകം തു സമാസാദ്യ ത്യജ സംസാരവാസനം. ശൃണു വിപ്ര മയാ തേദ്യ പ്രാരബ്ധം തു വിലോകിതം. സപ്തജന്മാവധി തവ പുത്രോ നൈവച നൈവച. ശൃണു വിപ്ര മയാ തേ അദ്യ പ്രാരബ്ധം തു വിലോകിതം. ഹേ വിപ്ര ത്വം ശൃണു, ഹേ ബ്രാഹ്മണ അങ്ങ് കേൾക്കൂ. മയാ എന്നാൽ തേ നിന്റെ അദ്യ ഇപ്പോ പ്രാരബ്ധം തു വിലോകിതം, നിന്റെ പ്രാരബ്ധം എന്താണെന്ന് ഞാൻ കണ്ടു, എന്നാൽ കാണപ്പെട്ടു. നിന്റെ നെറ്റിയിലെ അക്ഷരമാല ഞാൻ വായിച്ചു. നിന്റെ തലയിലെഴുത്ത് എന്താണെന്ന്, നിന്റെ വിധി എന്താണെന്ന് ഞാൻ കണ്ടു കഴിഞ്ഞിരിക്കുന്നു, ഞാൻ വായിച്ചെടുത്തിരിക്കുന്നു. അപ്പൊ ശൃണു വിപ്ര മയാ തേ അദ്യ പ്രാരബ്ധം തു വിലോകിതം. നിന്റെ പ്രാരബ്ധം നന്നായി കണ്ടിട്ടുണ്ട്, വിലോകിതമാണ്. എന്താ അതിൽ എഴുതിയിരിക്കുന്നത്? എന്താ നിന്റെ വിധി? സപ്തജന്മാവധി തവ പുത്രോ നൈവച നൈവച. സപ്തജന്മ അവധി, 7 ജന്മം കഴിയോളം, ഇനി വരുന്ന 7 ജന്മങ്ങളിലും കൂടെ അങ്ങയ്ക്ക് തവ പുത്രഹ നൈവ, പുത്രനില്ല, പുത്രനില്ല, ഉറപ്പിച്ച് പറയണം. അപ്പൊ ഈ ജന്മത്തിൽ മാത്രമല്ല 7 ജന്മങ്ങളിൽ അങ്ങയ്ക്ക് പുത്രൻ ഉണ്ടാവാനുള്ള യോഗം ഇല്ല. തലയിലെഴുത്ത് ഞാൻ വായിച്ചതാ. അതുകൊണ്ട് വിഷമിക്കാതിരിക്കൂ, അവിവേകം ഉപേക്ഷിക്കൂ, വിവേകത്തെ ആർജിക്കൂ, പക്വതയെ ആർജിക്കൂ, സംസാരവാസനയെ ത്യജിക്കൂ. ശൃണു വിപ്രമയാ തേദ്യ പ്രാരബ്ധം തു വിലോകിതം. സപ്തജന്മാവധി തവ പുത്രോ നൈവച നൈവച. സന്തതേ സകരോ ദുഃഖം അവാപ അംഗഃ പുരായത. രേ മുഞ്ചാദ്യ കുടുംബാശാം സന്യാസേ സർവദാ സുഖം. പഴയ 2 ദൃഷ്ടാന്തങ്ങളും എടുത്തു പറയുന്നു. മക്കളുണ്ടായിട്ട് കഷ്ടപ്പെട്ട ആളുകൾ, ഒരു പ്രയോജനമില്ലാതായി ശാപമായി മാറിയ മക്കള്. അപ്പൊ അങ്ങനെയും മക്കളുണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? സന്തതേഹേ സകരോ ദുഃഖമവാപ. സന്തതേഹേ സന്തതികളിൽ നിന്ന്, സന്തതികൾ കാരണമായിട്ട്, സകരഹ ദുഃഖം അവാപ, സകര രാജാവ് ദുഃഖം പ്രാപിച്ചു. നമ്മുടെ സൂര്യവംശത്തിലെ ഭഗീരഥന്റെ പൂർവീകനായ സകര ചക്രവർത്തി അശ്വമേധയാഗം നടത്തിയപ്പോൾ അദ്ദേഹത്തിന് 66,000 മറ്റു മക്കളായിരുന്നു സകരന്മാര്. അത്രയും മക്കള് ഒന്നിച്ച് ആ അശ്വത്തിന്റെ പുറകെ പോയി. ഇന്ദ്രൻ അശ്വത്തെ കട്ടുകൊണ്ടുപോയി കപിലാശ്രമത്തിൽ കൊണ്ടുപോയി കെട്ടി. ഈ സകരന്മാര് കപിലാശ്രമത്തിലേക്ക് ചെന്നു, പാതാളത്തിലേക്ക് ചെന്നു. അവിടെ ആ കുതിരയെ അവിടെ കണ്ടപ്പോൾ കപില മഹർഷിയാണ് കട്ടുകൊണ്ട് വന്നത്, കള്ളൻ എന്ന് വിചാരിച്ച് അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ ചെന്നു മൂഢന്മാര്. അവരുടെ മൗഢ്യം അവർക്ക് ശാപമായി. ആ കപില മഹർഷി കണ്ണു തുറന്നതും ഈ സകരന്മാർ ഭസ്മമായി തീർന്നു. അപ്പൊ 66,000 മക്കളുണ്ടായിട്ട് എന്ത് കാര്യം? ഇത്രയും മക്കളുണ്ടായിട്ട്, അതാ പറയണത്, എത്ര മക്കളുണ്ടായിട്ട് എന്ത് കാര്യം?
ആ സകല രാജാവിന് പുത്രദുഃഖം അനുഭവിക്കേണ്ടി വന്നില്ലേ? അപ്പൊ എണ്ണത്തിന്റെ കാര്യത്തിൽ പറഞ്ഞു 66,000 ഉണ്ടായിട്ടും ഒന്നുപോലും മരുന്നിന് പോലും ഉണ്ടായില്ല. മരുന്നിന് പോലും ഒന്നും ബാക്കി ഉണ്ടായില്ല. എന്തുപകാരം? അപ്പൊ സന്തതേഹേ സകലോ ദുഃഖമവാപ. ഇനി വേറൊരാള് അംഗഹ പുരാ. പണ്ട് അങ്കൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. ആരാണ്? നമ്മുടെ ധ്രുവന്റെ വംശത്തില് അങ്കൻ എന്ന രാജാവ്. അദ്ദേഹത്തിന്റെ പുത്രനായിട്ടാണ് വേനൻ എന്നൊരു ദുഷ്ടൻ ഉണ്ടാവുന്നത്. ആ വേനന്റെ പ്രവൃത്തികൾ കാരണമായിട്ട് കൊട്ടാരത്തിൽ കിടക്കപ്പുറതിയില്ലാതെ രാത്രിക്ക് രാത്രി ഭാര്യയോടും ആരോടും പറയാതെ അങ്കൻ നാട് വിട്ടു പോകുന്ന ഗതികേടുണ്ടായി. മകനെ കൊണ്ടുള്ള ശല്യം സഹിക്കവയ്യാതെ നാട്ടുകാർക്ക് മുഴുവൻ തൊല്ല. നാട്ടുകാരുടെ മുഴുവൻ ആവലാദികൾ ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മകനെക്കുറിച്ച്. അപ്പോൾ ആ മകനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, പുത്രകാമേഷ്ടി ചെയ്തുണ്ടായ പുത്രനാ. അങ്ങനെ ഒരു പുത്രൻ, ആ ഒരു പുത്രൻ വിഷമായി തീർന്നത് കാരണം അങ്കന് പ്രയോജനം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് നിരാശയും ദുഃഖവും കൊണ്ട് നാട് വിട്ടുപോയി, രാജ്യമേ ഉപേക്ഷിച്ചു പോയി, കാട്ടിൽ ചെന്ന് തപസ് ചെയ്തു. പിന്നെ അപ്പോൾ ഒരു പുത്രനുള്ള അങ്കന്റെ കാര്യവും ഇങ്ങനെ. വേനനെ പോലൊരു മകനുണ്ടായിട്ട് കാര്യമുണ്ടോ? പ്രയോജനമുണ്ടോ? അപ്പോൾ ഇങ്ങനെ പുത്രന്മാരുണ്ടായിട്ടും ദുഃഖം പ്രാപിച്ച ആളുകളുടെ ചരിത്രം ഇഷ്ടം പോലെയുണ്ട്. ചിത്രകേതുവിന്റെ കഥയൊക്കെ നമുക്ക് എടുത്തു പറയാം. അതുപോലെയും ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ സന്തതേഹേ സകലോ ദുഃഖം അവാപ അംഗഹ പുരായത. അംഗരാജാവിനും പണ്ട് ദുഃഖമാണ് ഉണ്ടായത്. അതുകൊണ്ട് രേ രേ അല്ലയോ മുഞ്ച അദ്യ കുടുംബാശാം. അദ്യ ഇന്ന് കുടുംബാശയെ നീ ത്യജിക്ക്, സന്തതികൾ വേണമെന്നുള്ള ഭ്രമത്തെ നീ ഉപേക്ഷിക്ക്. സന്യാസേ സർവദാ സുഖം. എല്ലാം ത്യജിച്ച് ത്യാഗം, അതാണ് സുഖം. ത്യാഗേ നൈകേ അമൃതത്വമാനശുഹു. സന്യാസമാണ്, വിരക്തിയാണ് സ്വാതന്ത്ര്യം. പരമസുഖം, സർവദാ സുഖം. സന്തതേ സകലോ ദുഃഖം അവാപാംഗഃ പുരായത. രേ മുഞ്ചാദ്യ കുടുംബാശാം സന്യാസേ സർവദാ സുഖം. ഇങ്ങനെ ആ ബ്രാഹ്മണൻ യതി ബ്രാഹ്മണനെ ആത്മദേവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു, വിവേകം ജനിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അയാളുടെ പ്രാരബ്ധം അയാൾ അനുഭവിക്കണ്ടേ? അപ്പോ അയാൾക്ക് അത് സമ്മതമാവണില്ല. അയാളുടെ മമത, അയാളുടെ വിഷമം മാറുന്നില്ല. അതുകൊണ്ട് ബ്രാഹ്മണൻ ഈ യതിയോട് എന്താണ് പറയുന്നത് എന്ന് തുടർന്ന് നോക്കാം. ബ്രാഹ്മണ ഉവാച വിവേകേന ഭവേത് കിം മേ പുത്രം ദേഹി ബലാദപി നോ ചേത്യജാമ്യഹം പ്രാണാൻ ത്വദഗ്രേ ശോകമൂർച്ഛിതഃ. പുത്രാദിസുഗഹീനോയം സന്യാസശുഷ്ക ഏവ ഹി ഗൃഹസ്ഥഃ സരസോ ലോകേ പുത്രപൗത്ര സമന്വിതഃ. ഇതി വിപ്രാഗ്രഹം ദൃഷ്ട്വാ പ്രാബ്രവീത് സ തപോധനഃ. ചിത്രകേ ദുർഗത കഷ്ടം വിധിലേഖ വിമാർജനാത്. നയാസ്യസി സുഖം പുത്രാത് യഥാ ദൈവഹതോദ്യമഃ. അതോ ഹഠേന യുക്തോസി ഹ്യർത്ഥിനം കിം വദാമ്യഹം. തസ്യാഗ്രഹം സമാലോക്യ ഫലമേകം സദത്തവാൻ. ഇദം ഭക്ഷയ പത്ന്യാത്വം തതഃ പുത്രോ ഭവിഷ്യതി. സത്യം ശൗചം ദയാദാനം ഏകഭക്തം തു ഭോജനം. വർഷാവധി സ്ത്രിയോ കാര്യം തേന പുത്രോതി നിർമ്മലഃ. അതുവരെ ഓടിച്ചു നോക്കാം. ബ്രാഹ്മണ ഉവാച. ബ്രാഹ്മണൻ ഈ മഹാത്മാവിനോട് പറയുന്നു, വിവേകേന ഭവേത് കിം മേ പുത്രം ദേഹി ബലാദപി നോ ചേത്യജാമ്യഹം പ്രാണാൻ ത്വദഗ്രേ ശോകമൂർച്ഛിതഃ. വിവേകം കൊണ്ട് ജ്ഞാനം കൊണ്ടൊക്കെ എന്ത് കാര്യം? അദ്ദേഹത്തിന്റെ മൂഢത്തരം പുറത്തു വരികയാണ്. ബലപ്രയോഗം ചെയ്തിട്ട് വിധിക്കെതിരെ പൊരുതിയിട്ട് അങ്ങേപോലെയുള്ള ജ്ഞാനികൾക്ക്, സിദ്ധന്മാർക്ക്, ശക്തന്മാർക്ക് ആ വിധിയെ പിടിച്ചു നിർത്താനും ബലം പ്രയോഗിക്കാനൊക്കെ സാധിക്കും. ഞങ്ങൾക്ക് കർമ്മത്തിന്റെ വേഗത്തെ പിടിച്ച് നിർത്താൻ പറ്റാതെയുള്ളൂ. നിങ്ങളെ പോലെയുള്ളവർക്ക് കർമ്മഗതിയെ തടയാൻ കഴിയും. അപ്പൊ ബലാദപി പുത്രൻ ദേഹി, എങ്ങനെയെങ്കിലും എനിക്കൊരു പുത്രനെ തന്നേ പറ്റൂ, എനിക്ക് ജ്ഞാനമൊന്നും ഇപ്പോൾ വേണ്ട.
നോചേത് ത്യജാമ്യഹം പ്രാണാൻ ത്വദഗ്രേ ശോകമൂർച്ഛിത. നോചേത്, അങ്ങനെ തന്നില്ലെങ്കിൽ, അങ്ങ് പുത്രനെ തന്നില്ലെങ്കിൽ, അഹം പ്രാണാൻ ത്യജാമ്യഹം, അഹം പ്രാണാൻ ത്യജാമി, ഞാൻ പ്രാണങ്ങളെ ത്യജിക്കും. എവിടെ? ത്വദഗ്രേ, അങ്ങയുടെ മുമ്പില്. ഭീഷണിപ്പെടുത്തുകയാണ്, ബ്ലാക്ക്മെയിൽ. അങ്ങയുടെ മുമ്പിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. ശോകമൂർച്ഛിത, ശോകം കൊണ്ട് ബോധം കെട്ടവനായിട്ട്, ശോകത്താൽ മൂർച്ഛിതനായിട്ട്, മൂഢനായിട്ട്. അപ്പോൾ മോഹാലസ്യം, ശോകം കൊണ്ടുള്ള മോഹം എന്നെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു. പുത്രശോകം എന്നെ വല്ലാതെ പീഡിപ്പിക്കുന്നു. അതുകൊണ്ട് ഞാൻ കടുംകൈ ചെയ്യും, അങ്ങയുടെ മുമ്പിൽ വെച്ച് ആത്മഹത്യ ചെയ്യും. അതുകൊണ്ട് ബലാത്കാരേണ എങ്ങനെയെങ്കിലും അങ്ങയുടെ സിദ്ധികൾ ഉപയോഗിച്ചുകൊണ്ട് അങ്ങ് എനിക്ക് പുത്രനെ തരൂ. എനിക്ക് ജ്ഞാനമൊന്നും ഇപ്പോൾ വേണ്ട. കുറച്ചു കാലം ഞാൻ പുത്രനൊക്കെ ആയിട്ട് ലാളിച്ച് അതൊക്കെ കഴിയട്ടെ, സംസാരമൊക്കെ കഴിയട്ടെ, എന്നിട്ട് ഞാൻ വേണ്ടപ്പോൾ വരാം, ജ്ഞാനമൊക്കെ വേണ്ടപ്പോൾ എന്ന മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ഭാവം. വിവേകേന ഭവേത് കിമ്മേ പുത്രം ദേഹി ബലാദപി നോ ചേത്യജാമ്യഹം പ്രാണാൻ ത്വദഗ്രേ ശോകമൂർച്ഛിതഃ. പുത്രാദിസുഖഹീനോയം സന്യാസഃ ശുഷ്ക ഏവ ഹി ഗൃഹസ്ഥഃ സരസോ ലോകേ പുത്രപൗത്ര സമന്വിതഃ. ഇപ്പൊ അദ്ദേഹത്തിന്റെ സംസാര വാസന പ്രബലമായിട്ട് അദ്ദേഹത്തെ കൊണ്ട് പറയിക്കുകയാണ്. എന്താണ്? പുത്രാദിസുഖഹീനോയം സന്യാസഃ. ഈ സന്യാസം എന്ന് പറയുന്നത് കുടുംബം, മക്കള്, പേരക്കുട്ടികള് ഒക്കെ ആയിട്ടുള്ള സുഖങ്ങളൊന്നും ഇല്ലാത്ത ശുഷ്ക ഏവഹി, ഒരു വരണ്ട മരുഭൂമി പോലെയുള്ള ഒരു ജീവിതമാണ് സന്യാസ ജീവിതം. ആ ഉണക്ക ജീവിതമൊന്നും എനിക്ക് വേണ്ട, സന്യാസമൊന്നും എനിക്ക് വേണ്ട. ശുഷ്കമാണ് സന്യാസം. കുടുംബത്തോടുകൂടി ഗൃഹസ്ഥനായിട്ടിരിക്കുന്നത്, മക്കളും പേരക്കുട്ടികളും ഒക്കെ ആയിട്ട് ആഹ്ലാദിച്ച് ഓണം, തിരുവാതിര, വിഷു ഇങ്ങനെയൊക്കെ ആഘോഷിച്ച്, കുട്ടികളുടെ പിറന്നാള്, കുട്ടികളുടെ കല്യാണങ്ങൾ, 28 അടിയന്തരങ്ങൾ, ഇതിലൊക്കെ പങ്കെടുത്തുകൊണ്ട് അടിച്ച് പൊളിച്ച് കഴിയുന്നതിന് പകരം ഏതെങ്കിലും ആശ്രമത്തിൽ കൃഷ്ണ രാമ ഗോവിന്ദ എന്ന് പറഞ്ഞ് ഉണങ്ങിക്കൊണ്ടിരിക്കാൻ എന്നെ കിട്ടില്ല. പുത്രാദി സുഖഹീനോയം സന്യാസഃ ശുഷ്കയേവഹി, വെറും ശുഷ്കമായിട്ടുള്ളതാണ് സന്യാസം. ഇപ്പൊ എന്നെ പ്രലോഭിപ്പിക്കേണ്ട. ഗൃഹസ്ഥഃ സരസോ ലോകേ പുത്രപൗത്ര സമന്വിതഃ. ഗൃഹസ്ഥനാണ്, ഭാര്യ മക്കളോടുകൂടി കഴിയുന്ന ഗൃഹസ്ഥനാണ് ലോകത്തിൽ പുത്രപൗത്ര സമന്വിതഃ. പുത്രനും പൗത്രനോടും കൂടിയ ഗൃഹസ്ഥൻ ലോകേ സരസഃ, അവനാണ് രസത്തോടുകൂടിയിരിക്കണം. സരസൻ എന്നാൽ രസത്തോടു കൂടിയവൻ, സുഖമായിരിക്കുന്നവൻ, സന്തോഷിക്കുന്നവൻ. അപ്പൊ ഗൃഹസ്ഥനാണ് സന്തോഷിക്കുന്നവൻ. സന്യാസിയുടെ ജീവിതം ഉണക്ക, ശുഷ്കം. എന്തിനു കൊള്ളും വരണ്ട ജീവിതം? പുത്രാദിസുഖഹീനോയം സന്യാസഃ ശുഷ്ക ഏവ ഹി ഗൃഹസ്ഥഃ സരസോ ലോകേ പുത്രപൗത്ര സമന്വിതഃ. ഇതി വിപ്രാഗ്രഹം ദൃഷ്ട്വാ പ്രാബ്രവീത് സ തപോധനഃ ചിത്രകേതുർഗത കഷ്ടം വിധിലേഖ വിമാർജനാത്. ഇതുപോലെ ഉണ്ടായൊരു പഴയ കഥ ഓർമ്മിപ്പിച്ച് പറയുന്നു. ഇതി, ഇപ്രകാരം, വിപ്രാഗ്രഹം ദൃഷ്ട്വാ, ആ ബ്രാഹ്മണന്റെ തീവ്രമായ ആഗ്രഹത്തെ കണ്ടിട്ട്, സ തപോധനഃ പ്രാബ്രവീത്, ആ തപോധനൻ സന്യാസി, പ്രാബ്രവീത് ഇങ്ങനെ പറഞ്ഞു, നന്നായി പറഞ്ഞു കൊടുത്തു, ബോധ്യപ്പെടുത്തി. എന്താ പറഞ്ഞത്? ചിത്രകേതുഹു ഗതഃ കഷ്ടം വിധിലേഖ വിമാർജനാത്. നിന്നെ പോലെ തന്നെ പണ്ടൊരു രാജാവുണ്ടായിരുന്നു, ചിത്രകേതു എന്ന് പ്രശസ്തനായിട്ടുള്ളൊരു രാജാവ്. വളരെ ശക്തനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് അനേക ഭാര്യമാരുണ്ടായിരുന്നു, 300ഓളം ഭാര്യമാരായിരുന്നു അദ്ദേഹത്തിന്. പക്ഷേ ഒന്നിലും സന്തതികളില്ല. അങ്ങനെ സന്തതികളില്ലാതിരുന്ന അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന അങ്കിരസ് മഹർഷിയെ നിർബന്ധിച്ച്, ആ അങ്കിരസ് മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിന് ഒരു ഭാര്യയിൽ ഒരു കുട്ടി ഉണ്ടാവും. കൃതദ്യുതി എന്ന് പറഞ്ഞ ഭാര്യയിൽ ഒരു കുട്ടി ഉണ്ടായി. അപ്പൊ മറ്റ് ഭാര്യമാർക്ക് അസൂയയായി, മറ്റ് ഭാര്യമാരെ ഇദ്ദേഹം ശ്രദ്ധിക്കാതെയുമായി. ഈ ഭാര്യയുടെയും കുട്ടിയുടെയും കൂടിയായി എപ്പോഴും. അപ്പൊ അത് അസൂയ സഹിക്കാതെ, താപം സഹിക്കാതെ മറ്റു ഭാര്യമാരൊക്കെ കൂടി ഈ കുട്ടിയെ നോക്കുന്ന ധാത്രിക്ക് കൈക്കൂലി കൊടുത്ത് ധാത്രിയെ പാട്ടിലാക്കി ഈ കുട്ടിക്ക് പാലിൽ വിഷം ചേർത്ത് കൊടുപ്പിച്ചു. അങ്ങനെ ചിത്രകേതുവിന് ഉണ്ടായ കുട്ടി നശിച്ചു. ഉണ്ടായ കുട്ടി നശിച്ചപ്പോഴോ കുറച്ച് ദിവസങ്ങൾ പുത്ര സുഖം അനുഭവിച്ച
അദ്ദേഹത്തിൻ്റെ ദുഃഖം ഇരട്ടിച്ചു. മുമ്പ് പുത്രൻ ഇല്ലാത്ത ദുഃഖം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഉണ്ടായത് മരിച്ചുപോയതിൻ്റെ ദുഃഖം അദ്ദേഹത്തിന് താങ്ങാനായില്ല. അങ്ങനെ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പോൾ ആ കഥ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ചിത്രകേതുർഗത കഷ്ടം വിധിലേഖ വിമാർജനാത്. വിധിലേഖ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് എഴുതിയത് തലയിലെഴുത്ത്, അതിനെ മാർജനം ചെയ്യുക, മാച്ചു കളയുക. ബ്രഹ്മാവ് എഴുതിയതിനെ മാച്ചിട്ട് അങ്കിരസിനെ കൊണ്ട് വേറൊന്നും എഴുതിപ്പിച്ചു. അതാണ് ചിത്രകേതു ചെയ്തത്. ഇവിടെയും നീയും അതുപോലെ ബ്രഹ്മാവ് എഴുതിയതിനെ മാച്ചിട്ട് ബലാത്കാരേണ എന്നെ കൊണ്ട് പുത്രനെ തരാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും നിനക്ക് അനുഭവയോഗമില്ല. അതുകൊണ്ട് ഞാൻ തന്നിട്ടും കാര്യമില്ല, അത് കൂടുതൽ ദുഃഖത്തിന് കാരണമാകും. അതാണ് പറഞ്ഞു വരുന്നത്. ഇതി വിപ്രാഗ്രഹം ദൃഷ്ട്വാ പ്രാബ്രവീത് സതബോധനഃ ചിത്രകേതുർഗത കഷ്ടം വിധിലേഖ വിമാർജനാത്. നയാസ്യസി സുഖം പുത്രാത് യഥാ ദൈവഹതോദ്യമഃ അതോ ഹഠേന യുക്തോസി ഹ്യർത്തിനം കിം വദാമ്യഹം. നയാസ്യസി സുഖം പുത്രാത് യഥാ ദൈവഹതോദ്യമഃ. അങ്ങ് പുത്രാത് സുഖം നയാസ്യസി, പുത്രനിൽ നിന്ന് സുഖത്തെ പ്രാപിക്കുകയില്ല. അങ്ങേക്ക് പുത്രസുഖം ഉണ്ടാകാൻ പോകുന്നില്ല. എന്തിനാ വെറുതെ കഷ്ടപ്പെടുന്നത്? എന്താ കാരണം? യഥാ എപ്രകാരമാണോ അങ്ങ് ദൈവഹതോദ്യമഃ, അങ്ങയുടെ ഉദ്യമങ്ങളെല്ലാം ദൈവത്താൽ ഹനിക്കപ്പെടുന്നു. ദൈവം എന്ന് പറഞ്ഞാൽ ഇവിടെ വിധി, ഭാഗ്യം എന്നൊക്കെ അർത്ഥം. അങ്ങയുടെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ, അങ്ങയുടെ വിധി, അതാണ് ഇവിടെ ദൈവം എന്ന് പറയുന്നത്. അദൃഷ്ടം, അങ്ങയുടെ അദൃഷ്ട കർമ്മം കൊണ്ട് അങ്ങയുടെ ഉദ്യമങ്ങളൊന്നും ഫലിക്കാൻ പോകുന്നില്ല, വൃഥാവിൽ ആവുകയുള്ളൂ. അതുകൊണ്ട് അങ്ങ് കഷ്ടപ്പെട്ട് പുത്രനെ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയാലും സുഖം കിട്ടാൻ പോകുന്നില്ല, ഉറപ്പാണ്. നയാസ്യസി സുഖം പുത്രാത് യഥാ ദൈവഹതോദ്യമഃ. അങ്ങ് ദൈവഹതോദ്യമനാണ്. അതോ ഹഠേന യുക്തോസി ഹ്യർത്തിനം കിം വദാമ്യഹം. അങ്ങ് ഇപ്പതാ ഹഠനായിരിക്കുന്നു. ഹഠേന യുക്തോസി എന്ന് പറഞ്ഞാൽ നീ ബലാത്കാരേണ, നീ ഷാഢ്യം പിടിക്കുന്നവനായിരിക്കുന്നു. അങ്ങയുടെ ഈ ആഗ്രഹം ന്യായമല്ല, ഇത് ബലാത്കാരമാണ്. ഹഠേന യുക്തോസി, ഹഠം എന്നാൽ ബലം. അപ്പോ ഹ്യർത്തിനം കിം വദാമ്യഹം, അർത്തിയായി യാചകനായി എന്നോട് യാചിക്കുന്ന നിന്നോട് ഞാൻ ഇതിൽ പരം എന്താ പറയുക? ഇനി എന്താ ഞാൻ പറഞ്ഞു തരേണ്ടത്? എല്ലാം ഞാൻ പറഞ്ഞു തന്നു. നീ ഇങ്ങനെ കെഞ്ചിയാലോ? ഇങ്ങനെ നീ കെഞ്ചരുത്, നിനക്ക് ദുഃഖമേ ഉണ്ടാവാൻ പോകുന്നുള്ളൂ. നീ ബലം പിടിച്ചിട്ട് കാര്യമില്ല, ദുഃഖം പ്രാപിക്കാനാ പോകുന്നത്. നയാസ്യസി സുഖം പുത്രാത് യഥാ ദൈവഹതോദ്യമഃ അതോ ഹഠേന യുക്തോസി ഹ്യർത്തിനം കിം വദാമ്യഹം. തസ്യാഗ്രഹം സമാലോക്യ ഫലമേകം സ ദത്തവാൻ ഇദം ഭക്ഷയ പത്ന്യാത്വം തതഃ പുത്രോ ഭവിഷ്യതി. അവസാനം ഇവൻ ഷാഢ്യം വിടുന്നില്ല, പോകുന്നില്ല. ഇപ്പം ഞാൻ മരിക്കുന്നു പറഞ്ഞ് നിൽക്കണം. അങ്ങനെ അവൻ്റെ തസ്യ ആഗ്രഹം സമാലോക്യ, അവൻ്റെ ആഗ്രഹത്തെ മനസ്സിലാക്കിയിട്ട് ഫലം ഏകം സദത്തവാൻ, ആ ഋഷി അദ്ദേഹം ധ്യാനിച്ച് അദ്ദേഹം ഒരു പഴത്തെ വരുത്തി. കയ്യിലൊരു പഴം വന്നു, ആ പഴത്തെ കൊടുത്തു. ഏകം ഫലം ദത്തവാൻ, എന്നാ പിടിച്ചോ, ഈ പഴം കൊണ്ടുപോ. ഇതം ഭക്ഷയ പത്നിയാത്വം, ഈ പഴത്തെ നീയും പത്നിയുമായിട്ട് ഭക്ഷിക്കുക. പത്നിയാത്വം ഭക്ഷയ, അല്ലെങ്കിൽ പത്നിയെ കൊണ്ട് ഭക്ഷിപ്പിച്ചാലും. തതഃ പുത്രോ ഭവിഷ്യതി, അപ്പോൾ നിനക്ക് പുത്രനുണ്ടാകും. പക്ഷെ അതിന് ചില നിയമങ്ങളും കൂടിയുണ്ട്. വെറുതെ കൊണ്ടുപോയി കൊടുത്താൽ പോരാ. സത്യം, ശൗചം, ദയാ, ദാനം, ഏകഭക്തം തു ഭോജനം, വർഷാവധി സ്ത്രീയാ കാര്യം, തേന പുത്രോ അതിനിർമ്മലഃ. ഈ കണ്ടീഷൻസ് പാലിച്ചാൽ, ഒരു വർഷം പാലിച്ചാൽ നിർമ്മലനായിട്ടൊരു പുത്രൻ ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെ വേണം? സത്യം, യഥാർത്ഥ ഭാഷണം, നുണ പറയാൻ പാടില്ല. ശൗചം, നല്ല വൃത്തി, വെടുപ്പ്, ശൗചം എല്ലാം വേണം. ശരീരശുദ്ധി, ഗൃഹശുദ്ധി, വാക്ശുദ്ധി, പ്രവൃത്തിശുദ്ധി, എല്ലാ ശുദ്ധിയും വേണം. ദയ, എല്ലാവരുടെ നേരെയും കാരുണ്യം വേണം. ജീവജാലങ്ങളോടൊക്കെ കാരുണ്യം കാണിക്കണം. ദാനം, എല്ലാവർക്കും വാരിക്കോരി ദാനം ചെയ്യണം. അർഹിക്കുന്നവർക്കൊക്കെ പാത്ര അനുസരിച്ച് ദാനം ചെയ്യണം.
ഏകഭക്തം തു ഭോജനം. ഭോജനം ഏകഭക്തം, ഒരു ഭക്ഷണം ഭുജിക്കണം എന്ന് വെച്ചാൽ ഒരു നേരം മാത്രം ഭക്ഷണം, ഒരിക്കലെടുക്കണം എന്നർത്ഥം. മറ്റു നേരങ്ങളിൽ ഭക്ഷണം വെറുതെ വാരി വലിച്ച് തിന്നാൻ പാടില്ല, ഒരു നേരം മാത്രം ഭക്ഷണം. വർഷാവധി, വർഷാവധി ഒരു വർഷം വരെ, 1 ഇയർ ഈ വ്രതം തുടരണം. സ്ത്രീയാ കാര്യം, അങ്ങയുടെ ഭാര്യയാൽ കർത്തവ്യം. കാര്യമെന്നാൽ കർത്തവ്യം. അപ്പം അങ്ങയുടെ ഭാര്യ ദുന്ദുലി ഇത് അനുഷ്ഠിക്കണം. തേന പുത്രോ അതിനിർമ്മല, അങ്ങനെയായാൽ അതിനിർമ്മലനായിട്ടൊരു പുത്രൻ അങ്ങേക്കുണ്ടാവും, മിടുമിടുക്കനായിട്ടൊരു പുത്രൻ അങ്ങേക്കുണ്ടാവും. ഇത് പറഞ്ഞതൊക്കെ അനുസരിക്കണം. ആരാണ്? അങ്ങനുസരിച്ചിട്ട് കാര്യമില്ല, ഭാര്യ. സത്യം, ശൗചം, ദയാ, ദാനം, ഏകഭക്തം തു ഭോജനം, വർഷാവധി സ്ത്രീയാ കാര്യം, തേന പുത്രോതി നിർമ്മല. ഏവമുക്ത്വാ യയൗ യോഗി വിപ്രസ്തു ഗൃഹമാഗതഃ പത്ന്യാഹ പാണൗ ബലം ദത്വാ സ്വയം യാതസ്തു കുത്രചിത്. ഏവമുക്ത്വാ യയൗ യോഗി, ഏവം ഉക്ത്വ ഇങ്ങനെ പറഞ്ഞിട്ട്, യോഗി യയൗ, ആ യോഗി യാനം ചെയ്തു പോയി, അദ്ദേഹം പോയി, പഴം കൊടുത്തിട്ട് യോഗി പോയി. വിപ്രസ്തു ഗൃഹം ആഗതഃ, ആ വിപ്രനാകട്ടെ ഗൃഹത്തിലേക്ക് മടങ്ങി വന്നു, സന്തോഷമായി മടങ്ങി വന്നു. പത്ന്യാഹ പാണൗ ഫലം ദത്വ, പത്നിയുടെ കയ്യിൽ ഫലത്തെ നൽകിയിട്ട്, സ്വയം യാതസ്തു കുത്രചിത്, ആ ബ്രാഹ്മണൻ സ്വന്തം കാര്യങ്ങൾ നോക്കാൻ എവിടേക്കോ പോയി. കുത്രചിത് യാതഃ, എവിടെയോ പോയി. എന്നാൽ ഈ സ്ത്രീ എന്താ ചെയ്തത്? ഇതൊക്കെ പറഞ്ഞും കൊടുത്തു, ഇന്ന വ്രതം വേണം 1 വർഷം കേട്ടോ, എന്നാൽ നമുക്ക് നല്ല സൽസന്താനം ഉണ്ടാകും. ഒരു മഹാത്മാവിൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയ പഴമാണ്. നമുക്ക് 7 ജന്മത്തിൽ കുട്ടികൾ ഉണ്ടാവാൻ യോഗം ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കരഞ്ഞ് ആത്മഹത്യ ചെയ്യാൻ നിന്നപ്പോൾ അദ്ദേഹം മനസ്സുരുകി തന്നൊരു വരമാണ്. അതുകൊണ്ട് ഇത് സൂക്ഷിക്കണം, ശ്രദ്ധയോടുകൂടെ ഇരിക്കണം, 1 വർഷം ഈ വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കണം. സത്യം, ശൗചം, ദയാ, ദാനം, ഏകഭക്തം, ഭോജനം, ഇതൊക്കെ അനുഷ്ഠിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചു. അപ്പോൾ സ്ത്രീ പറഞ്ഞു, ആയിക്കോട്ടെ ഞാൻ ചെയ്തോളാം, എന്നാ കഴിച്ചോളൂ പഴം എന്ന് പറഞ്ഞപ്പോൾ, അത് ഞാൻ പിന്നെ കുളിച്ചിട്ട് കഴിച്ചോളാം, വ്രതം ആരംഭിച്ചിട്ട് കഴിച്ചോളാം, അങ്ങ് പേടിക്കണ്ട എന്ന് പറഞ്ഞ് ഭാര്യ ഭർത്താവിനെ ആശ്വസിപ്പിച്ചു. അദ്ദേഹം ശരി, നീ കഴിക്കാൻ മറക്കണ്ട, വ്രതങ്ങൾ ഭംഗം വരരുത് എന്നൊക്കെ പറഞ്ഞു. ഇവള് ശരി എന്നും പറഞ്ഞു. അത് തന്നെ. അപ്പോൾ ഏവമുക്ത്വാ യയൗ യോഗി വിപ്രസ്തു ഗൃഹമാഗതഃ പത്ന്യാഃ പാണൗ ബലം ദത്വാ സ്വയം യാതസ്തു കുത്രചിത്. തരുണീ കുടിലാ തസ്യ സഖ്യഗ്രേ ചരുരോദഃ അഹോ ചിന്താ മമോൽപന്ന ബലം ചാഹം ന ഭക്ഷയേ. തരുണീ കുടിലാ തസ്യ സഖ്യഗ്രേ ചരുരോദഃ. തസ്യ തരുണി, അവന്റെ ഭാര്യ, കുടില, വഞ്ചകിയാണ്, കള്ളിയാണ്, ദുഷ്ടയാണ്, അയാളെപ്പോലെ സാത്വികനല്ല. അപ്പൊ കുടിലയായിട്ടുള്ള ആ സ്ത്രീ സഖ്യഗ്രേ രുരോധ, അവരുടെ സഖിയുടെ മുമ്പിൽ കരഞ്ഞു, കൂട്ടുകാരുടെ അടുത്ത് എന്ന് ആവലാതി പറഞ്ഞു എന്നർത്ഥം. അഹോ ചിന്താ മമ ഉൽപ്പന്ന, അയ്യോ എനിക്കിതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ആലോചിക്കാനേ വയ്യ, എന്തൊക്കെ കഷ്ടപ്പാടുകൾ 1 വർഷം ഞാൻ സഹിക്കണം, ഈ വ്രതങ്ങൾ എന്നെ കൊണ്ടാവില്ല, സത്യം പറയേ, 1 വർഷം ഒരു സത്യം മാത്രം പറയേ, അപ്പൊ ഞാൻ പരദൂഷണമൊക്കെ എങ്ങനെ പറയും, ലോകവാർത്തകളൊക്കെ എങ്ങനെ ഞാൻ ചർച്ച ചെയ്യും, എപ്പോഴും വിടുവായത്തം പറഞ്ഞ് നടക്കുന്ന എനിക്ക് സത്യം മാത്രം പറയുക എന്ന് പറഞ്ഞാൽ അയ്യോ സഹിക്കില്ല. ശൗചം, അതും എനിക്ക് വയ്യ. ദയാ, ഞാൻ എല്ലാവരെയും ഉപദ്രവിക്കുന്ന സ്വഭാവമാണ്. ദാനം, പിശുക്കിയാണ്. ഏകഭക്തം തു ഭോജനം, അതിലൊന്നും എനിക്ക് താല്പര്യമില്ല. നല്ലോണം കിട്ടുമ്പോഴൊക്കെ കിട്ടുന്നതൊക്കെ തിന്നുകൊണ്ട് നടക്കലാണ് എൻ്റെ സ്വഭാവം. അങ്ങനെയുള്ള ഞാൻ എങ്ങനെ ഈ വ്രതമെല്ലാം അനുഷ്ഠിക്കും? അഹോ ചിന്താ മമ ഉൽപ്പന്ന, കഷ്ടം, എനിക്ക് ചിന്തിക്കാൻ വയ്യ, എനിക്ക് വല്ലാത്ത വിഷമമുണ്ടാകുന്നു. ബലം ചാഹം ന ഭക്ഷയേ, കൂട്ടുകാരിയോട് പറയണ, അഹം ബലം ന ഭക്ഷയേ, ഞാൻ ബലം ഭക്ഷിക്കുകയില്ല, എന്നെ കൊണ്ടാവില്ല ഈ പഴം കഴിക്കാൻ, ഇത് കഴിച്ചു കഴിഞ്ഞാൽ വല്ലാത്ത പൊല്ലാപ്പാണ്. പിന്നെ
പിന്നെ അത് കഴിഞ്ഞാലോ ഗർഭം വഹിക്കണം, 10 മാസം ചുമന്നുകൊണ്ട് നടക്കണം. ആർക്ക് വഹിക്കും? വായുടെ രുചി പോകും, കിടക്കാൻ മര്യാദയ്ക്ക് പറ്റില്ല, ഇരിക്കാനും നടക്കാനും വഹിക്കില്ല, ബുദ്ധിമുട്ടാകും. അതാണ് അടുത്ത വരികൾ പറയുന്നത്. ബലഭക്ഷേണ ഗർഭസ്യാത് ഗർഭേണ ഉദരവൃദ്ധിത സ്വൽപഭക്ഷ്യം തതോ ശക്തി ഗൃഹകാര്യം കഥം ഭവേത്. ബലഭക്ഷേണ ഗർഭസ്യാത് ഗർഭേണ ഉദരവൃദ്ധിത സ്വൽപഭക്ഷ്യം തതോ അശക്തി ഗൃഹകാര്യം കഥം ഭവേത്. ബലഭക്ഷേണ ഗർഭഹാസ്യാത്, ഞാൻ പഴം കഴിച്ചാലേ ആ പഴത്തിന്റെ ശക്തി കൊണ്ട്, മഹാത്മാവിന്റെ ശക്തി കൊണ്ട്, ഗർഭഹാസ്യാത്, എനിക്ക് ഗർഭം ഭവിക്കും, ഗർഭമുണ്ടാവും. ഗർഭേണ ഉദരവൃദ്ധിത, ഉള്ളില് ഗർഭമുണ്ടായിക്കഴിഞ്ഞാൽ വയറ് വലുതാവും. ഉദരവൃദ്ധിത, വയറ് വലുതാവും. സ്വൽപഭക്ഷ്യം, പിന്നെ മാത്രമല്ല അല്പം മാത്രമേ ഭക്ഷിക്കാൻ പറ്റുള്ളൂ. സ്വൽപഭക്ഷ്യം തതോ അശക്തി, അത് കാരണമായിട്ട് ക്ഷീണം ഉണ്ടാവും. ഭക്ഷണം കുറച്ചല്ലേ കഴിക്കുള്ളൂ, ഒരു നേരം കഴിക്കാനേ വ്രതവും പറഞ്ഞിട്ടുള്ളൂ. പിന്നെ വായിക്ക് രുചി ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ശക്തി ക്ഷയിച്ചവളായി മാറും. തതോ അശക്തി ഗൃഹകാര്യം കഥം ഭവേത്, എൻ്റെ വീട്ടുകാര്യങ്ങളൊക്കെ പിന്നെ എങ്ങനെയായി ഭവിക്കും? ആര് നോക്കും? ഗൃഹകാര്യങ്ങളിൽ നല്ല കുശലയാണ്. 3 നേരവും മെനുക്കൾ മാറി മാറി പാചകം ചെയ്ത് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി നല്ല സാപ്പിടുന്നവളാണ്. അപ്പൊ ഗൃഹകാര്യം കഥം ഭവേത്, എങ്ങനെയാവും വീട്ടുകാര്യങ്ങള്? ബലഭക്ഷേണ ഗർഭസ്യാത് ഗർഭേണ ഉദരവൃദ്ധിത സ്വൽപഭക്ഷ്യം തതോ അശക്തി ഗൃഹകാര്യം കഥം ഭവേത്. ദൈവാത് ഗാഢീവ്രജേത് ഗ്രാമേ പലായേത് ഗർഭിണീ കഥം സുഖവന്നിവസേത് ഗർഭഃ തം കുക്ഷേഃ കഥമുത്സൃജേത്. ദൈവാത് ഗാഢീവ്രജേത് ഗ്രാമേ പലായേത് ഗർഭിണീ കഥം. 100 കാരണങ്ങൾ അവള് ന്യായങ്ങൾ പറയണം. ദൈവാത് ഗാഢീവ്രജേത് ഗ്രാമേ, ഞാൻ എന്തെങ്കിലും കാര്യത്തിന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി തെരുവിലൂടെ നടക്കുമ്പോൾ വണ്ടികൾ വല്ലതും വന്നാല്, കുതിരവണ്ടിയോ കാളവണ്ടിയോ ഒക്കെ പാഞ്ഞു വന്നാല്, ദൈവാത് ഗ്രാമേ ഗാഢീവ്രജേത്, എന്തെങ്കിലും വണ്ടി വന്നാല് ഗർഭിണി അഹം കഥം പലായേത്, ഈ ഗർഭിണിയായിട്ട് ഞാൻ ഈ ഗർഭഭാരവുമായിട്ട് പതുക്കെയല്ലേ എനിക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. കുതിരവണ്ടികളൊക്കെ പാഞ്ഞു വരുമ്പോൾ ഞാൻ എങ്ങനെ മാറും? വഴിയിൽ നിന്ന് പലായേത്, എങ്ങനെ ഞാൻ ഓടി മാറും? എങ്ങനെ ഞാൻ രക്ഷപ്രാപിക്കും? പേടിയാവണോ എനിക്ക്? പിന്നെ വഴിയിൽ ഇറങ്ങാനും പറ്റില്ല എന്നർത്ഥം. സുഖവത് നിവസേത് ഗർഭഃ. ഇനി ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്, വ്യാസപുത്രനായിട്ടുള്ള സുഖബ്രഹ്മർഷിയുടെ കഥ. ആ ശുഗൻ 16 വർഷം അമ്മയുടെ ഗർഭത്തിൽ തന്നെ ഇരുന്നു എന്നാ കഥ. ഞാൻ പുറത്തേക്കില്ല എന്ന് പറഞ്ഞ് ഈ സംസാരങ്ങളിലേക്ക്, സംസാര ദുഃഖം അനുഭവിക്കാൻ എന്നെ കൊണ്ട് വയ്യ എന്ന് പറഞ്ഞ് ജ്ഞാനിയായ സുഖബ്രഹ്മർഷി ഗർഭത്തിൽ തന്നെ ഇരുന്നു. അപ്പൊ പിന്നെ വ്യാസന്റെ നിർബന്ധം കൊണ്ടാണ് ശുഗൻ പുറത്തേക്ക് വന്നത് 16-ാം വയസ്സിൽ. അപ്പൊ അതുപോലെ സുഖവത് നിവസേത് ഗർഭഃ, ചിലപ്പോൾ ശുഗനെ പോലെ ഇരുന്നു പോയാലോ ഗർഭം, ദിവ്യഗർഭമല്ലേ, ചിലപ്പോൾ അങ്ങനെയും സംഭവിക്കാം. തം, അതിനെ, ആ ഗർഭത്തെ, കുക്ഷേഹേ കഥം ഉത്സൃജേത്, ഈ കുക്ഷിയിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് തള്ളും? എങ്ങനെ ഞാൻ ഇതിനെ പിന്നെ ഉള്ളിൽ സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പുറത്തേക്ക് ഞാൻ തള്ളിക്കളയും? ഞാൻ എങ്ങനെ പ്രസവിക്കും? ദൈവാത് ഗാഢീവ്രജേത് ഗ്രാമേ പലായേത് ഗർഭിണീ കഥം സുഖവന്നിവസേത് ഗർഭഃ തം കുക്ഷേഃ കഥമുത്സൃജേത്. തിര്യക്ചേദാഗതോ ഗർഭഃ തദാ മേ മരണം ഭവേത് പ്രസൂതൗ ദാരുണം ദുഃഖം സുകുമാരീ കഥം സഹേ. അപ്പൊ ഇങ്ങനെ അവള് കുറെ ന്യായങ്ങൾ ഇനിയും തുടരുന്നുണ്ട്. നമുക്ക് നാളെ തുടരാം. എന്തായാലും ഇന്ന് സമയം അതിക്രമിച്ചു. 46 വരെ ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും ന്യായങ്ങൾ 100 പറയുന്നുണ്ട്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവള് ഗർഭം ധരിക്കാതിരിക്കാനുള്ള വഴി നോക്കുകയാണ്. ഭർത്താവിനോട് പ്രോമിസ് ചെയ്യുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നാണ് ആലോചന. നാളെ തുടരാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി.
ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. നാളെ തുടർന്ന് കാണാം, വൈകിട്ട് കാണാം. വൈകിട്ട് നാരായണീയം 4:30 4:45. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം.